ആരാധിക്കണത് തക്കവുണ്ടാവാനാണ്. അല്ലദീ എങ്ങനെയുള്ള റബ്ബാണ് ജഅല ലക്കുമുൽ അർള ഫിറാഷ, അവനാണ് ഈ ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത്. വസ്സമാഅ ബിനാഅൻ ആകാശത്തെ ഒരു മേൽപ്പുരയാക്കിയും തന്നു. വ അൻസല മിനസ്സമാഇ മാഅൻ ആകാശത്തിൽ നിന്ന് അവൻ തെളിനീരിറക്കി. അവനാണ് റബ്ബ്. ഫ അഖ്റജ ബിഹി ആ തെളിനീരിലൂടെ അവൻ നിങ്ങൾക്ക് പുറപ്പെടുവിച്ച് തന്നു മിന സമറാത്തി എല്ലാവിധ സമറാത്തുകളിൽ നിന്നും റിസക്കല്ലക്കും നിങ്ങൾക്കുള്ള റിസക്ക്. അതിനാണ് ആകാശത്ത് നിന്ന് അല്ലാഹു തആല മഴ വർഷിപ്പിച്ചത്. അതിന് പറ്റിയ മഴയാണ് പെയ്തത്. അതിന് പറ്റാത്ത മഴയൊന്നും പെയ്തില്ല. ഫലാ തജഅലു ലില്ലാഹി ആകയാൽ നിങ്ങൾ അല്ലാഹു തആലക്ക് ആക്കരുത് അന്താദൻ നിദ്ദുകളെ. നിദ് എന്ന സമൻ എന്നാണ്, തുല്യൻ. അല്ലാഹു തആലക്ക് നിങ്ങൾ തുല്യരെ സ്ഥാപിക്കരുത്. വ അൻതും തഅലമൂൻ നിങ്ങൾ ഇൽമുള്ളവരായ നിലയിൽ. നിങ്ങൾക്ക് അറിവുണ്ടല്ലോ, നിങ്ങൾ പോത്തുകളല്ലല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശേഷബുദ്ധിയും ബോധമൊക്കെ ഉള്ള മനുഷ്യന്മാരല്ലേ. ഇങ്ങോട്ട് ഈ കണ്ണ് കണ്ട നീച വസ്തുക്കളൊക്കെ ഈ സർവശക്തനും സർവാധിപതിയും സർവജ്ഞനും സർവസ്രഷ്ടാവും പരിപാലകനുമൊക്കെ ആയിട്ടുള്ള റബ്ബിനെ കൊണ്ട് സമപ്പെടുത്തുക. റബ്ബിനെ ആരാധിക്കും പോലെ അതിനെയും ആരാധിക്കുക. അത് നിങ്ങൾ ചെയ്യരുത്. അതിലേറെ ഗുരുതരമായൊരു പാപം തന്നെ ആകാശത്തിൻ്റെ ചുവട്ടിലൊന്നുമില്ല. വലൈക്കും സ്സലാം. ഈ ആയത്ത് വല്ലാത്തൊരു ഗംഭീരമായ ആയത്താണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്താണെന്നത് കൊണ്ട് വല്ലാതെ അതിൻ്റെ വിശദീകരണത്തിനൊന്നും ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ 3 കൂട്ടക്കാരെ പറ്റി പറഞ്ഞു. ആരാ 3 കൂട്ടക്കാർ? ഒന്ന് നല്ല മുത്ത് മോമിനീങ്ങൾ, പിന്നെ ഒന്ന് നിഷേധികൾ കാഫിരിങ്ങൾ, പിന്നൊരു കൂട്ടക്കാരെ പറ്റിയും പറഞ്ഞു മുനാഫിക്കുകൾ. ഈ 3 കൂട്ടക്കാരെ പറ്റിയും പറയാനുണ്ടായ കാരണം ഈ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയതാണ്. ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ, ഈ വേദഗ്രന്ഥം തഖ്വ ഉള്ള ആളുകൾക്ക് മാത്രമേ ഫലപ്പെടുള്ളൂ, അവർക്ക് മാത്രമേ മാർഗദർശനാവുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ആ മുത്തഖീങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും. അങ്ങനത്തെ കുറേ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഖുർആൻ ഫലപ്പെടുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഖുർആൻ ഒരു നിലക്കും ഫലപ്പെടാത്ത കുറേ ആളുകളുണ്ട്. ഖുർആൻ എത്ര ഗംഭീരമായിട്ടും കാര്യമില്ല, എത്ര വലിയ അമാനുഷികമായിട്ടും, എത്ര സുവ്യക്തമായ ഗ്രന്ഥമാണെങ്കിലും, എത്ര വലിയ മാർഗദർശനമാണെങ്കിലും അത് ഫലപ്പെടാത്ത ചില ആളുകൾ എന്നുള്ള നിലക്കാണ് നല്ല കാഫിരികളെ പറ്റി പറഞ്ഞത്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. നിഷേധികളായ ചില ആളുകളുണ്ട്. എങ്ങനെ വേദ പറഞ്ഞാലും മുന്നറിയിപ്പ് നൽകിയാലും ഉത്ബോധിപ്പിച്ചാലും അവരെന്തായാലും മുഅ്മിനാകാൻ പോകണില്ല എന്നുള്ളത്. അത് രണ്ടും പറഞ്ഞപ്പോൾ മുനാഫിക്കീങ്ങളെ പറ്റിയും പറഞ്ഞു. അത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു കൂട്ടക്കാരാണ്. ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഫർ തന്നെയാണ്, നരകത്തിൻ്റെ അടിയിലാണ്. പക്ഷേ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചാണ്. ഓല കാണുമ്പോൾ ഓലാളാവും, ഇവരെ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ആളാവും. അങ്ങനെ ഇരട്ടമുഖിയന്മാരായ ആളുകൾ എന്നുള്ള നിലക്ക് അവരെയും പറഞ്ഞു. ഇനി അല്ലാഹു തആല കാര്യത്തിലേക്കും വിഷയത്തിലേക്കും കിടക്കുകയാണ്. അത് എല്ലാ മനുഷ്യരും വിളിച്ചിട്ടാണ് പറയണത്, മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ചിട്ടല്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല ഇവിടെ പറയണത്, എല്ലാ ജനങ്ങൾക്കും ബാധകമാണ് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ. ഏറ്റവും ഗംഭീരമായ കാര്യവും അതാണുള്ളത്. അതെന്താണ്? റബ്ബനെ ആരാധിക്കണം. പോരാ, റബ്ബനെ മാത്രം ആരാധിക്കണം. റബ്ബനെ ആരാധിച്ചാലൊന്നും പോരാ, റബ്ബനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിഷ്കളങ്കമായി ആരെയും അതിൽ പങ്കു ചേർക്കാതെ ശിർക്കൊട്ടും ചെയ്യാതെ അല്ലാഹനെ മാത്രമായിട്ട് ആരാധിക്കണം എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാര്യകാരണങ്ങൾ പറയാണ്. എന്തുകൊണ്ട് ആരാധിക്കണം എന്നുള്ളതും പറഞ്ഞു, എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം എന്നുള്ളതും പറഞ്ഞു. അതാണ് അതിൻ്റെ തെളിവുകളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വലൈക്കും അസ്സലാം. ആരാധന ആർക്ക് മാത്രമേ അർഹതപ്പെടുന്നുള്ളൂ? സൃഷ്ടാവിനും. സൃഷ്ടാവായിരിക്കണം, പരിപാലകനും ആയിരിക്കണം. നമ്മയൊക്കെ സൃഷ്ടിച്ച് അനാഥമായി വിട്ടില്ല, പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അവനാണ് പരിപാലിക്കുന്നവൻ. അന്നം അവൻ്റേതാണ്, ആഹാരം അവൻ്റേതാണ്, വെള്ളം അവൻ്റേതാണ്,
ഭൂമി അവൻ്റേതാണ്, ആകാശം അവൻ്റെതാണ്, എല്ലാം അവൻ്റേതാണ്. വലൈക്കും സലാം റഹ്മത്തുള്ള. അവൻ്റേതല്ലാത്ത ഒന്നുമില്ലാന്ന് ഉണ്ടോ? അതുകൊണ്ട് അവന് ആരാധന എന്നുള്ള അവന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് ആരാധന? പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അക്സോ ആയത്തിൽ ഹുദുവ തദല്ലലി എന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങേ അറ്റത്തെ വണക്കവും വിനയവും, ഞാൻ അതിലേറെ വലിയൊരു താഴ്മയും വണക്കവും ഇല്ല. അതാർക്ക് മാത്രം? അതൊക്കെ പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, റുക്കൂ ചെയ്യൽ സൃഷ്ടികൾക്ക് മുമ്പിൽ ഹറാമാണ്. കുനിയൽ, ഞാൻ കുനിയില്ലേ? പണ്ടങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ടായിന് പല സമൂഹത്തിലും. ഒരാളെ മുമ്പിൽ തല കുനിക്കരുത്. റുക്കു അള്ളാഹ്ക്ക് മാത്രം. അമ്മ റുക്കു ഫഅല്ലിമു ഫീഹി റബ്ബ, റുക്കുവിൽ നിങ്ങൾ റബ്ബനെ ആദരിക്കണം. വമ്മ സുജൂദു ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, സുജൂദ് പറഞ്ഞാൽ പിന്നെ പറയണ്ട, അത് ഉത്തരം കിട്ടേണ്ട സന്ദർഭമാണ്. നല്ല വേദനകളുണ്ട്. അത് ഒരു സൃഷ്ടിൻ്റെ മുമ്പിൽ ചെയ്താൽ ആ ചെയ്തനകൾ മുർത്തതായിട്ട് പ്രഖ്യാപിക്കും. പ്രത്യക്ഷത്തിൽ അവൻ മുർത്തതാണെന്ന് പറയും സുജൂദ് സൃഷ്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ല, നമ്മൾ സുജൂദൊക്കെ കിബിലൊക്കെ മുന്നിട്ടേ പറ്റുള്ളൂ. ശുക്രൻ്റെതാണെങ്കിലും തിലാവത്തിൻ്റെതാണെങ്കിലും ഏതാണെങ്കിലും പറ്റില്ല. തിലാവത്തിൻ്റെ സുജൂദിനും ശുക്രൻ്റെ സുജൂദിനും നിസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ എല്ലാ ഷർത്തും ഫർളും ബാധകമാണ്. യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിന് ഏത് വേണ്ടാന്നുണ്ട്? കിബില വേണ്ടാന്നുണ്ട് യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിന്. നേരത്തെ പറഞ്ഞാൽ യാത്രയാണെങ്കിൽ സുജൂദിനെ പറ്റിയെന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആവാനാണ് സാധ്യത, നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സുജൂദ് റുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാണ് നിങ്ങൾ അങ്ങേയറ്റത്തെ വണക്കമാണ്. അതൊരു അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ, റുക്കൂ അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ ചെയ്യൽ ഹറാമ്. കുനിയലേ. സുജൂദ് മുർത്തദാണ് കാര്യത്തിൽ എൻ്റെ ഒരു വിഷയമാണ്. ചില സംസാരങ്ങൾ കൊണ്ട് മുർത്തദായിട്ട് പ്രഖ്യാപിക്കപ്പെടും. ആളോം കാഫറായിക്കൊള്ളുന്നില്ല, ഉള്ളിൽ ഈമാനൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കാര്യ താല്പര്യത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ചെയ്തായിരിക്കും. അത് ഓനും അല്ലായിട്ടാണ് ആകുക. നമ്മൾ ഓനെ പിന്നെ ഷാത്തിലും അല്ലാതെ കൂട്ടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കാഫർ ആവുന്നില്ല. അവൻ്റെ ആ പണി ഉള്ളിൽ വിശ്വാസമില്ല എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുകളിൽ നോക്കിയിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഓൻ്റെ ഉള്ളു ഓൻ്റെ റബ്ബിനെ അറിയുള്ളൂ. അത് ചിലപ്പോൾ മുസ്ലിം തന്നെ കാരണം നമ്മൾ പള്ളി കിടക്കണേ ഷാത്തിലുമേ ചെല്ലണം നമ്മളെന്താവും അതിന് മറിയ മനസ്സിലാവുണ്ടോ? അത് നമുക്ക് രചൻ്റെ എന്നല്ല, നമ്മളെ നിയമം അങ്ങനെയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്ന എപ്പോഴും ഞാൻ പറയലുണ്ട്. അല്ലാതെ അങ്ങനെ ആളുകൾ എന്നൊക്കെ മുനാഫിക്ക് ഞാൻ മുമിനാന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ഉള്ളു കയറി വെക്കേണ്ട പണിയില്ലായിരുന്നു. അതേമാതിരിക്കൊരു പണിയാണിത്. അപ്പോൾ അത് പോട്ടെ. ഇതുങ്ങൾ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ വണക്കമാണ്. അതാർക്ക് മാത്രമേ അർഹിക്കുള്ളൂ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് പരിപാലിക്കുന്നത്. അതിൻ്റെ ആകത്തുക അതാണ്. സൃഷ്ടാവും പരിപാലകനും. അതാണ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൃഷ്ടിക്കുക. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ മാത്രമൊന്നും അതാവില്ല. ആണ്ട കാര്യമായി ചോദിച്ചത് ഈ ചെറിയ നിങ്ങൾക്ക് പറ്റാത്തത്. ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെ ലമീറൊക്കെ മടങ്ങുന്നുണ്ട് നിങ്ങൾക്ക്. യോജിക്ക് മനസ്സിലായില്ല മനസ്സിലാണ്ട കരിമാജിക്ക് മനസ്സിലായില്ല. പിന്നെ അപ്പുറം ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെറിയാണ് പറ്റാത്തത്. റബ്ബിൻ്റെ ഒറ്റ വാക്കിൽ തെർജമ കഴിയില്ല എന്നുള്ളതാണ്. മലയാളമൊക്കെ അതിനെ തൊട്ട് എത്രയോ അപര്യാപ്തമാണ്. അള്ളാഹിൻ്റെ പല വിശേഷണങ്ങളും മലയാളത്തിൽ ഒറ്റ വാക്കില്ല. ഒരു നിർവചനം പോലും പറയാം. സൃഷ്ടാവ്, പരിപാലകൻ. അല്ല, അത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടത് മാത്രമൊന്നുമല്ല പിന്നെ പറയാൻ പറ്റുക. അത് പോട്ടെ, നമ്മൾ ഈ ചർച്ച വൈതിരിച്ചിട്ട് വേണ്ട. തമ്പുരാനെ പഴയ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു. അത് പറഞ്ഞോല് പറഞ്ഞോട്ടെ, പറയണ്ടെന്നുള്ളവർ പറയും വേണ്ട, അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. ഒരു പറയണ്ട, പറയണോല് എന്തായിക്കോട്ടെ പറഞ്ഞോട്ടെ. അതിപ്പോൾ നമുക്ക് ഇവിടെ ചർച്ചയാക്കിയാൽ ഇത് മുന്നോട്ട് പോവില്ല. ഞാൻ ഇത് കുറച്ച് പറയണ്ടെന്നല്ലേ, മറ്റേ ഇവിടെ എത്തൂല നമ്മളെ ചർച്ച. ഞാൻ എൻ്റെ വിഷയം എന്താണെന്നറിയോ? ആരാധനക്കുള്ള അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണമാണ് ഇവിടെ നിന്ന് മാത്രമല്ല എല്ലായിടത്തും അത് തന്നെയാണ് പറയുന്നത്. അതായത് ആകത്തും എന്താ വെച്ചാൽ അവൻ സൃഷ്ടാവാണ്, പരിപാലകനാണ്. റബ്ബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി നിർത്തേണ്ടത് അവനാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ.
പരിപാലനം തന്നെ എങ്ങനത്തെ പരിപാലനം എന്നറിയോ? ഒരു ചെറിയ കുട്ടിക്ക് പെറ്റ ഉടനെ എന്താ വേണ്ടത്? മുലപ്പാല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഘട്ടം ഘട്ടമായിട്ട് അതിന് വേണ്ടത് കൊടുക്കൂലേ? അന്നമാർക്ക് അള്ളാഹുത്തല നമുക്ക് നമ്മൾ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെയും ചോദിക്കാതെ തന്നെ അള്ളാഹുത്തല ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പുറമെ ഉടമസ്ഥ എന്നുള്ള അർത്ഥം ഇവിടെ റബ്ബനുണ്ട്. റബ്ബുൽ മാൽ, നമുക്കങ്ങനെ ഉടമസ്ഥനുണ്ട്. മനസ്സിലായത്? യജമാനൻ. ഇതിൻ്റെ ഭാഷ എന്നൊക്കെ അറിയില്ലേ? ഇതിൻ്റെ റബ്ബ് ഞാനാണ്. അർബാബ് എന്നൊക്കെ ഒരു പ്രയോഗം ഗൾഫ് അറബിയൊക്കെ ഉണ്ടല്ലോ. ഉടമസ്ഥൻ എന്നാണ്. ഈ മൂന്നർത്ഥം തന്നെങ്കിലും ഉണ്ട്. ഈ മൂന്നും പാടെ ഒറ്റടിക്ക് ഉൾക്കൊള്ളുന്നൊരു മലയാളമൊക്കെ ഉണ്ടോ? നാദം എന്ന് പറഞ്ഞാൽ പെടുമോ? ഒക്കെ പാടെ പെടുമെങ്കിൽ മലയാളം കൂടുതൽ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ മനസ്സിലാക്കി എടുത്തോളം അള്ളാൻ്റെ ഈ ഒരു പേരെന്ന് മാത്രമല്ല, അത് സ്വമത് എന്നുള്ള വാക്ക്, ഇതിനൊക്കെ ഒറ്റടിക്കൊരു മലയാളത്തിൽ തർജ്ജമ എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മലയാളത്തിൽ വലിയ അറിവൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ അറിഞ്ഞിടത്തോളമില്ല. അതുകൊണ്ട് റബ്ബ് നിങ്ങളൊരു 3 തർജ്ജമ നിങ്ങളുടെ മനസ്സിൽ വേണം. ഒന്ന് സൃഷ്ടിച്ചവനാണ്, രണ്ടാമത് പരിപാലിച്ചു കൊണ്ടേ ഇരിക്കുന്നവനാണ്, മൂന്നാമത് യഥാർത്ഥ യജമാനനും ഉടമസ്ഥനുമാണ്. നമ്മളൊക്കെ അടിമയാണ്. നമുക്ക് അത്രയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൂ. അടിമയാണ് നമ്മൾ, അള്ളാൻ്റെ അടിമയാണ്. അതിലേറെ വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് വേണ്ട. അള്ളാൻ്റെ ഒരു അടിമയാകുക എന്ന് പറഞ്ഞാൽ അതന്നെ ഭയങ്കര രസമാണ്. അതറിയാത്തവരാണ് ഇവിടെ സ്വാതന്ത്ര്യമില്ല, ലിബറലിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ. മനസ്സിലായോ? അതാണ് തഫ്സീൽ നീട്ടി പറയണത്. നീട്ടി പറയാൻ നമുക്കിന്ന് സമയമല്ല. നമുക്ക് തുടർന്നുള്ള നല്ല ദിവസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതാണ് അധ്വാനിച്ച് ഞാൻ ചർച്ച വൈമാറാൻ അയക്കാത്തത്. നമുക്ക് അടുത്ത ആഴ്ച മിക്കവാറും ക്ലാസ് അയ്യാമ തഷരീക്കിലേക്കാരോ. നമ്മൾ ലീവ് കൊടുക്കലുണ്ട് അങ്ങനെ അല്ലേ? ആളുകൾക്ക് വിരുന്ന് പോകാനും കാര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ അമലൊന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ഇവിടെ. ഈ ഒരു ആയത്ത് മാത്രം പോരാ. അപ്പോൾ ഇന്ന് നിങ്ങൾ പെടിയിൽ ചോദിക്കല്ലേ, വേണമെങ്കിൽ അവസാനം പോയി ചോദിക്കാം. അവിടെ അങ്ങോട്ട് കുറിച്ച് വെച്ചാൽ മതി. ഇന്ന ചോദ്യം ഉണ്ട് എന്നുള്ളൊരു പെണ്ണുണ്ട് അടയാളപ്പെടുത്തിയിട്ട് വെച്ചോളി. ലാസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലും ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഇതൊരു ഭയങ്കരമായ കാര്യമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ മലപ്പുറം അല്ലാഹ് മാത്രമേ. എന്തുകൊണ്ട്? ഇതാണ് എൻ്റെ മറുപടി. അവനാണ് റബ്ബ്, അവനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം റബ്ബിന് എന്താ അർത്ഥം? യജമാനനാണ്, സ്രഷ്ടാവാണ്, പരിപാലകനാണ്. ഇവിടെ ആ പരിപാലനത്തിൻ്റെ ഒക്കെ കാര്യം ഇവിടെ പറഞ്ഞു, വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങളെയും പടച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചു. ഒന്ന്. രണ്ടാമത് അത് സ്രഷ്ടാവ് കേട്ടോ. ഇനി പരിപാലനം പറഞ്ഞു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാലക്കുമുള്ള ഫിറാഷ, ഈ ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത് അവനാണ്. എന്തോ ഒരു അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാന്നറിയാം. ഭൂമി വിരിപ്പാക്കി തന്നു. ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ട്. എന്താ ഇവിടെ എല്ലാത്തും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രഹം വേറെ ഉണ്ടോ എന്ന് ഇന്നലെ കണ്ടുപിടിച്ചിട്ടില്ല. ചൊവ്വയിലേക്കാണ് നാളെ എന്നെ സ്ഥലത്ത് നിന്ന് കുട്ടികൾ ചോദിക്കുക, ചൊവ്വയിൽ നിന്ന് എഞ്ചിനീയറാണ് ഒന്ന് ഇറാൻ കെട്ടേണ്ടത്. കുട്ടികൾ പോകണൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു സ്ഥലത്ത് ക്ലാസ്സിന് കുട്ടികൾക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ പലതും ചോദിച്ചു കേട്ടോ. അടക്കട്ടെ ചോദ്യങ്ങളൊക്കെ എടുക്കട്ടെ. ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇവിടെയാണ് ഇപ്പോൾ അള്ളാഹുത്തല നമുക്ക് ഹലക്കലക്കും മാഫിൽ അറിഞ്ഞ് ജമിയാന്ന് പറഞ്ഞു. ചൊവ്വയുള്ളതൊക്കെ പാടെ നിങ്ങൾക്ക് തോന്നുന്നതല്ല. ഈ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുത്തല നിങ്ങൾക്ക് എന്താക്കി തന്നേണ്? അത് നമുക്ക് തന്നെയാണ്. ഇവിടെ എന്താ നിങ്ങൾക്ക് ഇല്ലാത്തത്? ഇനി എന്തിനാ ചൊവ്വയിൽ കൊണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പോയിക്കോളി, അത് വേറെ കാര്യം. ഇവിടെ എന്താ അല്ലാത്തങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഓക്സിജൻ്റെ കാര്യം പറയലുണ്ട് വളരെ കൃത്യമായിട്ട്. സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്നു, ജന്തുക്കൾ അവർക്ക് വേണ്ട എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സന്തുലിതത്വം ഒരിക്കലും നിലനിൽക്കൂല. ആ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അതൊന്നും ഇപ്പോൾ നീ പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ ചൊവ്വയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടി വരുമോ? ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയണത്. അതിന് കോടിക്കണക്കിന് മുമ്പിന് ഡോളറായി. ഇങ്ങനൊരു ഭൂമി വിരിപ്പാക്കി തന്ന ഒരുത്തനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരു അസ്തിത്വം ഏതാ ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാണ്. ലോകത്തു നിന്ന് അള്ളാഹിനോട് പലതിനെയും പങ്കു ചേർക്കുന്നവരുണ്ട്, പലതിനെയും അള്ളാഹിൻ്റെ കൂടെ കൂട്ടി ആരാധിക്കുന്നവരുണ്ട്, പല ദൈവങ്ങളെയും സ്വീകരിക്കുന്നവരുണ്ട്. ഈ ഖുർആൻ്റെ പ്രബോധിത സമൂഹത്തിൽ പല കല്ലിനെയും പല ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും പൂജിക്കുന്നവരായിരുന്നു. ഓൽക്ക് ഇങ്ങനൊരു വാദം ഉണ്ടായിരുന്നില്ല. ഈ ഭൂമി വിരിപ്പാക്കി തന്നത് ആ പ്രതിഷ്ഠകളാണ്, ഈ ആകാശം മേൽപ്പുരയാക്കി തന്നത് ആ ബിംബങ്ങളാണെന്നുള്ള വാദം അവർക്കുണ്ടായിരുന്നില്ല. വെള്ളം അവരാ തരുന്നവർക്ക് വാദം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പോലെ ആരാധിച്ചിരുന്നു? കല്ലുകളൊക്കെ അവരാരാധിച്ചിരുന്നു. അന്നും പരിശുദ്ധ ഖുർആൻ പറയണത് അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ. ഇന്നും അതാണ് പറയണത്. ഏതാണ് യുക്തിസഹമായിട്ടുള്ളതെന്നുള്ളത് ലോകം പറയട്ടെ.
ഇതിലേറെ വലിയൊരു സത്യം ഒരു നബിയും പറഞ്ഞിട്ടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ പൂർവിക പ്രവാചകന്മാരും പറഞ്ഞതിലെ ഏറ്റവും വലിയ സത്യമായ വാക്ക്, അഫ്ളലായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴൊക്കെ വാദം മാത്രമേ ഉള്ളൂ, തെളിവ് പറയുന്നില്ല. ഇവിടെ തെളിവനുസരിച്ചാണ് പറയുന്നത്, തെളിവടക്കാണ് പറയുന്നത്. അവൻ സൃഷ്ടിച്ചു, അവൻ ഭൂമി വിരിപ്പാക്കി തന്നു. അത് തെർബിയത്താണ്, പരിപാലിക്കുകയാണ്. ഭൂമി മാത്രമല്ല, ഒസ്സമാബിന, ആകാശം ഒരു മേൽപ്പുരയാക്കി തന്നു. ആകാശത്തിൻ്റെ ചുവട്ടിലാണ് ഒരു മേൽപ്പുര പോലെ നമുക്ക് വല്ലാത്തൊരു കാവലാണ്. പണ്ട് ഓസോൺ പാളികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന അതിഗുരുതരമായ പല രശ്മികളെയും തടുത്തു നിർത്തുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾ? ഇപ്പം തന്നെ സൂര്യാഘാതത്തിലൊക്കെ കൊല്ലും ആളുകളൊക്കെ മരിച്ചു. അങ്ങനത്തതാണ് സൂര്യൻ. നമ്മൾ ക്ലാസ് തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ മാർക്കല്ല. അന്ന് നമുക്ക് ഓസോൺ പാളിയൊക്കെ നല്ലോണം പറയേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇക്കൊല്ലൊക്കെ എന്താ പറഞ്ഞത്, 11 വിളിച്ച് പുറത്തങ്ങണ്ടെന്നല്ല പറഞ്ഞിന് അല്ലേ? സൂര്യാഘാതം എന്തായാലും പേര്. അത്രയും വലിയ സാധനമാണ്. എന്നാൽ അത് വലിയൊരു നിയമത്തായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ നബയിൽ പറഞ്ഞു, വജഅൽനാ ഫിഹാ സിറാജൻ വഹാജ, ഉഗ്രമായി കത്തിക്കുന്നൊരു വിളക്ക് നാം അവിടെ സ്ഥാപിച്ചു. സൂര്യനെ പറ്റി അള്ളാഹുവിൽ പറയാണ്. വഅൻസൽനാ മിനസ്സമായി വഅൻസൽനാ മിനസ്സമായി, അവിടെ അങ്ങനെ പറഞ്ഞേ. ഇവിടെ മിനസ്സഹാബി എന്നോ, കുത്തിച്ചെരിയുന്ന മഴ മേഘത്തിൽ നിന്നാണ് അവിടെ പറഞ്ഞത് സൂറത്തിൻ്റെ പകയിൽ. കാരണം ഇയാൾ വേണം, ഈ സൂര്യൻ വേണം. സൂര്യതാപമേറ്റ് വെള്ളം ബാഷ്പീകൃതമായി ഉയർന്നിട്ടാണ് മഴ പെയ്യുന്നത്. അതിന് സൂര്യൻ വേണം, എല്ലാത്തിനും സൂര്യൻ വേണം, സൂര്യപ്രകാശം വേണം. എന്നാൽ സൂര്യൻ്റെ അതിഗുരുതരമായ പല രശ്മികളുണ്ട്, പല അപകടങ്ങളുണ്ട്. അതൊക്കെ തടുക്കാൻ അള്ളാഹുതആല പല സംവിധാനങ്ങളും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തിലൊരു ദിവസം ഓസോൺ ഡേ എന്നാണ്. എന്തുകൊണ്ടാണ്? ആ ഓസോൺ പാളികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനുഷ്യൻ്റെ ചില കുരുത്തക്കേട് കാരണമായിട്ട്. അതിലേക്ക് മനുഷ്യനെ ബോധവൽക്കരിക്കാനാണ് വർഷത്തിൽ അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചത്. ആകാശം മേൽപ്പുരയാക്കി അള്ളാഹുതആല നിശ്ചയിച്ചതാണ്. ഇവരാരുമല്ല. ഇവർക്ക് എങ്ങനെ ഒരു ദിവസം നിശ്ചയിക്കാനൊക്കെ കഴിയുള്ളൂ. ആ വിള്ളലടക്കാനൊന്നും ഇവരെ കൊണ്ട് ആരോട് കഴിയില്ല, അത് ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും കഴിയൂല. മനസ്സിലായോ? അതിനൊക്കെ കഴിയുന്ന ഒരേ ഒരു കുതിരത്തുള്ളവൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ അതല്ലേ സത്യം? അതല്ലേ ഏറ്റവും യുക്തിസഹമായിട്ടുള്ളത്? കഴിഞ്ഞില്ല. ആകാശത്തിൽ നിന്ന് മാഇനെ, ഒരു നല്ല പരിശുദ്ധമായ വെള്ളം, മാ എന്നാണ്. സൂറത്ത് അൽവാക്കിയത് ഇങ്ങനെയാണ് പറഞ്ഞത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂ മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അത് മേഘത്തിൽ നിന്നിറക്കണത് നിങ്ങളാണോ ഞാനാണോ? ലോ നശാഉ ലജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുവെള്ളമാകുമായിരുന്നു. കടലത്തെ വെള്ളം ഉപ്പല്ലേ? മഴ വർഷിക്കണത് എന്തല്ല? ഉപ്പുവെള്ളമല്ല. കടലിലെ വെള്ളം നീരാവിയായിട്ട് ഉയർന്നിട്ടാണ് മഴ പെയ്യുന്നത്, അല്ലേ? അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ ആയിക്കോട്ടെ, അവിടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഉപ്പുവെള്ളം അങ്ങനെ തന്നെ മഴ വർഷിക്കുകയാണെങ്കിൽ ഒരു വസ്തുവിന് ആ വെള്ളം പറ്റുമായിരുന്നില്ല. ഭൂമിയൊക്കെ ആകെ ഊഷരമായി പോകുന്ന. അപ്പോൾ എന്താ മറുപടി? അതിൻ്റെ മറുപടി ഇവർ പറയുന്നത് എങ്ങനെയാണ്? അത് നീരാവിയായിട്ട് നിശ്ചിത താപമേറ്റ് വെള്ളം ബാഷ്പീകൃതമായി ഉയർന്ന് നീരാവിയായിട്ട് ഉയരുമ്പോൾ വെള്ളത്തിൻ്റെ മൗലിക ഘടകങ്ങൾ മാത്രമേ ഉയരുള്ളൂ. അതിൻ്റെ കലർപ്പുകളൊക്കെ അവിടെ തന്നെ. അത് പറഞ്ഞാൽ ഓലത് കഴിഞ്ഞു, നമുക്കവിടെ കഴിയൂല. അതെന്തേ അങ്ങനെ ആയത്? അത് യാദൃശ്ചികമാണോ? അതിന് പിന്നിൽ അല്ലാഹു അല്ലേ? അവനെ മാത്രമേ അവിടെ അതാ അഫല തഷ്കുറും, ശുക്ർ ചെയ്യാൻ പാടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഈ വെള്ളം ഉപ്പുവെള്ളമായില്ലല്ലോ. ഉപ്പുവെള്ളമാണെങ്കിൽ കുടിച്ചിട്ട് നമുക്ക് ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഒരു പുല്ലുപുഷ്പങ്ങളും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ഇങ്ങനെയൊന്ന് വായിച്ചിട്ടുണ്ട്, കടലത്തെ വെള്ളം ഉപ്പുവെള്ളമായിരുന്നില്ലെങ്കിലും ഭയങ്കര അപകടമാണല്ലോ. എന്താ കരീമാജി? അതൊക്കെ വലിയ വലിയ ആളുകൾ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ആ കടൽ കെട്ടി നിന്ന് ആകെ വെള്ളം ദുഷിച്ച് ഇവിടെ കരി പറക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വായിച്ചാൽ കേട്ടോ. നിങ്ങളതിനെ പറ്റിയൊക്കെ വേണേൽ ചിന്തിച്ചോളൂ. കെട്ടി നിന്നാണ് കുളത്തിലെ വെള്ളമൊക്കെ അല്ലേ ചില വാസന വരുന്നത്.
അങ്ങനെ കടലെങ്ങാനും കെട്ടി നിന്ന് ദുഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കരക്കാമ്പുറത്ത് ജീവിക്കാൻ പറ്റില്ല. ഉപ്പുള്ള ആവണം. പിന്നെ നമുക്ക് ഉപ്പും വേണ്ടേ? പോത്തിറച്ചി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉപ്പിടാത്ത ഇറച്ചി തിന്നോക്കിനോ? ഞാൻ തിന്നോക്കിക്കണേ, നോക്കിയതൊന്നുമല്ല, ഇടാൻ മറന്നതാ. അത് തൊള്ളേക്ക് വെച്ചരാറ് സ്പീഡ് തുപ്പും. കോഴിക്കറിയൊക്കെ ഉപ്പിടാത്ത കോഴിക്കറിയാണെങ്കിൽ ഒരു കാരണം നോമ്പറക്കാൻ പോയത് ഒരാളിപ്പോൾ സൽക്കാരത്തിന് കോഴിക്കറി ഉപ്പിടാതെ കൂട്ടിയാക്കണം നിങ്ങൾ. അപ്പോൾ നമുക്ക് ഉപ്പും വേണ്ടേ? എന്താ നമുക്ക് വേണ്ടത്? എന്താ ഇവിടെ ഇല്ലാത്ത നിങ്ങളൊന്ന് പറഞ്ഞത്? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. അതാണ് ഈ പറയണത്. അതൊക്കെ യാദൃശികമാണോ? കേവലം യാദൃശികമായിട്ടാണ് അതൊക്കെ ഇങ്ങനെ? ഇതൊക്കെ ഒരുത്തൻ്റെ തദ്ബീറാണ്, ഒരുത്തൻ്റെ തെർബിയത്താണ്, പരിപാലകനാണ് അവൻ. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്. ഇത് നല്ലോണം മനസ്സിലാക്കണം. ഇത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ പിന്നെ നിസ്കരിച്ചിട്ടേ വേറെ പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ മുദ്രാവാക്യം അതാണ്, നമ്മൾ നയം അതാണ്. നമ്മൾ വീട്ടിലാണ്, നാട്ടിലാണ്, യാത്രയിലല്ല, സോക്കടൊന്നും ഇല്ലെങ്കിൽ അല്ലാഹു അക്ബർ കേട്ടാൽ പിന്നെ നിസ്കരിച്ചിട്ടേ വേറെ പരിപാടിയൊക്കെ പാടുള്ളൂ. അത് ശരിയാവും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് ഈ നിസ്കരിക്കണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഈ ഇബാദത്ത്, എന്തിനാണ് അത്, എന്തിന് പകരമാണ്, അത് ഏതൊരു നിയമത്തിനുള്ള ശുക്രായിട്ടായി ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിലേ പിന്നെ കട്ടകാലമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ അധികം മറുപടി പറയാൻ കഴിയാത്ത. ഇന്നലെ ഒരാൾ പറഞ്ഞു ഒരുപാട് കലാവുണ്ട്, ഇങ്ങനത്തെ കാട്ട എത്രയെന്ന് അറിയില്ല. ഇപ്പോൾ ലോഹ നിസ്കാരവും ആ സമയത്തും ഇന്നലെ ആൾ വിളിച്ച് പറഞ്ഞാണ്, ലോഹ നിസ്കാരത്തിൻ്റെ ടൈമും കലാവ് വിട്ടാണ്, തഹജ്ജുദിൻ്റെ സമയത്തും നീച്ചാണ് കലാവ് വിട്ടാണ്. അതുകൊണ്ടിപ്പം സുന്നത്ത് ഇല്ല, നമുക്ക് അള്ളാൻ്റെ ഒരു മഹബത്ത് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും സുന്നത്ത് വർദ്ധിപ്പിക്കാൻ പറ്റി പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കാം ഒരാൾ. നല്ല ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ ആ കലാവില്ലേ? അപ്പോൾ എന്നോടൊരാൾ ചോദിക്കണം, അപ്പോൾ അയാൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ സുന്നത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? കരിമാജിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. മുസ്തഫക്ക് പറയണോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ ഫർള് ഖള ഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള മസലല്ല ഉള്ളത്. മസലുള്ളത് അവൻ്റെ ഫുൾ ടൈം ഖള വിട്ടാൻ തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സുന്നത്ത് നിസ്കരിച്ചൊന്നും ഖള വിട്ടാൻ കഴിയുമോ? അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായോ? അത്രയും ഗൗരവമാണ് ഖളാക്ക്. ഇങ്ങനെയൊക്കെ ചെയ്ത് അള്ളാഹ്ക്ക് 5 നേരം നിസ്കരിക്കണം എന്നുള്ളത് നിസ്കരിക്കാതെ വല്ലവയ്ക്കും പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിയിട്ട് വേറെ ഏത് പരിപാടിയും എന്താണ് മസല? സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. അപ്പം ഞാൻ സ്വലാത്തെല്ലാം പറയാം അവനോട്, പറ്റുമോ? ആ സമയം ഞാൻ എപ്പോഴും പറയില്ലേ, മൊബൈൽ തോണ്ടിക്കാനും പറ്റില്ല, പേപ്പർ വെച്ച് തീർക്കാനും പറ്റൂല, ഒരു പണിയും പറ്റൂല അവന്. പണ്ടാരോനോട് പറഞ്ഞില്ലേ മുസ്തഫ എന്ന് പറഞ്ഞാണ്, ഉസ്താദ് നിങ്ങൾ കുറച്ച് മുമ്പ് പറയേണ്ടീനി, ഏത് ഫർള് ഖളാഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വെച്ച് മുമ്പ് നിങ്ങൾ പിന്നെ ജുമ നിസ്കരിച്ചാൽ വേഗം പോവുക, സുന്നത്തില്ല. അതാണ് ചിലരൊക്കെ മനസ്സിലാക്കൽ. സെലിമിന് മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാൻ അതൊന്നും പറയാൻ നിൽക്കില്ല, ഞാനായിട്ട് അതൊന്നും തുടക്കം കുറിക്കില്ല അത്തരം ചർച്ചയ്ക്ക്. അതൊക്കെ ഓരോരുത്തർക്കിങ്ങനെ ചോദിക്കുമ്പോൾ പറയണതാണ് എന്നവർക്ക് ഇന്നലെ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് അറിയും? ഇതിൻ്റെ ഗൗരവം എന്തിനാണ് ഈ നിസ്കരിക്കണത് എന്നുള്ളത് മനസ്സിലാക്കാത്തത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെള്ളം അവൻ ഇറക്കി തന്നു ആകാശത്തുനിന്ന്. അഖ്റജ ബിഹി മിന സമറാത്തി റിസ്ഖൻ ലക്കും. അതുകൊണ്ട് എല്ലാ റിസ്ക്കും അല്ലാഹു തആല നിങ്ങൾക്ക് ആ വെള്ളത്തിലൂടെയാണ്. ആ വെള്ളം അല്ലാഹ് ഇറക്കിയതാണ്. വെള്ളം പെയ്തുകൊണ്ട് മാത്രം ഇവിടെ ഭക്ഷണം അരിയൊന്നും ഉണ്ടാവുമൊന്നുമില്ല. എന്തെല്ലാം വിത്തുകൾ, എന്തെല്ലാം സസ്യലതാദികൾ, വ്യത്യസ്തമായ ടേസ്റ്റുള്ളത്, പോഷകങ്ങളുള്ളത്, വൈറ്റമിനുകളുള്ളത് ഒക്കെ വേണ്ടേ? അതുമല്ല, ആളുകളുടെ അഭിരുചികളും വ്യത്യസ്തമാണ്. ചിലർക്ക് ഇന്നത് പറ്റില്ല, ചിലർക്ക് ഇന്നത് പറ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മീനൊക്കെ അങ്ങനെയാണല്ലോ. എല്ലാ കുട്ടികൾക്കും പറ്റിയ മീൻ ഉണ്ടാവും അപ്പൻ്റെ കൂടെ. എല്ലാ കുട്ടികൾക്കും പറ്റിയ മീൻ വാങ്ങാൻ പറ്റിയില്ലല്ലോ. ചെറുവകയൊന്നും ഉണ്ടാവില്ല, പിന്നെ വലിയ വാങ്ങേണ്ടി വരും. എൻ്റെ കൂടെ അങ്ങനെയാണ്. പച്ചക്കറി അങ്ങനത്തെ, ഒരാൾക്ക് കയ്പം പറ്റൂല, ഒരാൾക്ക് വെണ്ടക്ക പറ്റൂല, ഒരാൾക്ക് പയർ പറ്റൂല. നമുക്കൊക്കെ പിന്നെ എല്ലാം പറ്റും. അതാണ് ഏറ്റവും നല്ലത്. എല്ലാം തിന്നണം. എല്ലാത്തിൻ്റെയും വൈറ്റമിനുകൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ? അതിലുള്ള പോഷകങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഈ ഭൂമിയിൽ വെറുതെ ഉണ്ടാവുമോ?
ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടല്ലോ, ജയർഷ അന്ന് ഞാൻ തീർത്ത് പറഞ്ഞില്ല, രാത്രി ചോറ് കഴിക്കാതെ വരണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞോ? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു രാത്രി ചോറ് കഴിക്കാതെ വരണമെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ എന്താ കാരണം എന്ന് പറയുക, നിങ്ങൾ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് വെച്ച് നോക്കും. എന്താ വെച്ചാൽ മറ്റേ അരിയാണ്, നമ്മൾ ഇന്നാൾ പറഞ്ഞ അരിയില്ലേ 200 റുപ്യൻ്റെ, എന്താണ് എന്താ അരിയാ? കയമ്മരി. എൻ്റെ നെയ്ച്ചോറും ഇതിൻ്റെ ബിരിയാണിയൊക്കെ ഒന്ന് വേറെ തന്നെയല്ലേ അല്ലേ? അത് കള്ള അങ്ങനെ ഒരുക്കിയതല്ലേ, വെറുതെ ആണോ? 1 റുപ്യൻ്റെ അരി ഉണ്ടാക്കിയത് തന്നെയാണ്, അത് തന്നെയാണ്. എന്നാൽ അല്ലാത്ത കൊക്കെ കയമ പോരേനെ. അപ്പം നമുക്ക് കയമൻ്റെ ഇത് അറിയില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുമോ ഇല്ലേ? മുപ്പർക്കല്ല ബോധ്യമായത് ഒക്കെ മനസ്സിലാക്കണം. ഒക്കെ ഉള്ള കയമാണ്. ഈ 1 റുപ്യൻ്റെ അരിയൊന്നുമില്ല, കംപ്ലീറ്റ് കയമ അരിയാണ് കൊണ്ട്. എന്നാൽ അവർക്ക് കടയിൽ ഈ മത്തിയൊന്നുമില്ല, ആകെ ഏതെന്നെ ഉള്ളൂ, ഈ കണ്ടമീൻ തന്നെ ഉള്ളൂ. എന്താണ് അപ്പോൾ നമുക്ക് ഒരു ഇടയ്ക്കൊരു കണ്ടമീൻ തിന്നുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സിലാവുമോ? ചിന്തിക്കണം. എല്ലാത്തിലും അതാണ് കാണണം മോമിനികൾ, എല്ലാത്തിലും കാണണം. വിവരക്കേട് പറയരുത്, വിവരക്കേട് ചെയ്യരുത്. ഇതൊക്കെ റബ്ബ് ഒരുക്കി, ആ റബ്ബിനാണ് നമ്മൾ എന്താക്കേണ്ടത്, ആരാധിക്കേണ്ടത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാരത്തിലേക്കൊന്ന് വരി. ഞാൻ ചുരുക്കി പറയുന്ന ടൈം വളരെ കുറവാണെന്ന്. എനിക്ക് നിൽക്കാറുണ്ട്, നിൽക്കാനും പോകണ്ട്. അല്ല എന്നാലും കുറച്ചൊക്കെ പറഞ്ഞിട്ടേ പോകണുള്ളൂ. ഇൻഷാ അല്ലാ അതിനൊക്കെ ടൈമുണ്ട്. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ നിസ്കാരത്തിന് നമ്മൾ പറയണമെന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. ഇയ്യാക്ക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ, വയ്യാക്ക നസ്തഈൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയണം, വയ്യാക്ക നസ്തഈൻ. എന്താ പോ? ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ. എന്താ ബാബു പറയാതെ? അങ്ങനെ തന്നെയല്ലേ? അല്ലാഹ് അല്ലാത്തവരെ എന്തെങ്കിലും സഹായം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, കുഴപ്പമുണ്ടെങ്കിലേ ഞാൻ മറുപടി പറയുള്ളൂ. പുസ്തകമുണ്ടോ? എന്താണ് നിന്നെ മാത്രം ആരാധി? ഇതാണ് നമ്മളാ പറയണത്. എത്രയാണ് എൻ്റെ വെയിറ്റിംഗ് അറിയോ? ഇയാക്ക നിന്നെ മാത്രം എന്നാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു നഅ്ബുദുക എന്നാ പറഞ്ഞു വെച്ചെങ്കിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം. ഇയാക്കാന്ന് മുന്തിച്ചുകൊണ്ട് എന്താ അർത്ഥം? നിന്നെ മാത്രമേ ഞങ്ങൾ എന്താക്കുള്ളൂ. എന്തുകൊണ്ട്? അതിൻ്റെ മുമ്പ് പറഞ്ഞു അൽഹംദു, സർവ്വസ്തുതിയും ലില്ലാഹി, അല്ലാഹുക്കുള്ളതാണ്. റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിൻ്റെയും റബ്ബാണ്. റബ്ബാണ് പറഞ്ഞാൽ സൃഷ്ടാവാണ്, പരിപാലകനാണ്, യജമാനനാണ്. 3 അർത്ഥം ചുരുങ്ങിയത് വെക്കണം. അതുകൊണ്ട് എല്ലാ സ്തുതിയും അവന് മാത്രമാണ്. അർ-റഹ്മാൻ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ്. അവൻ്റെ റഹ്മത്ത് പറഞ്ഞാൽ നമുക്ക് എന്നെ തീരൂല. മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനുമാണ്. ഒരാളെ തണി എന്നുണ്ടാവില്ല. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ്ഫൻ യതകല്ലമൂൻ. ജിബ്രീലാവട്ടെ മറ്റു മലക്കുകളാവട്ടെ സഫായിട്ട് അങ്ങനെ നിൽക്കും, ഒരക്ഷരം പോലും ഉരിയാടൂല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണ്യകൻ അനുമതി നൽകിയവരല്ലാതെ. ഒരു പറയും ചെയ്യും, ഒരു ശഫായത്ത് ചെയ്യും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാഹ് സമ്മതിക്കണം. വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല നാൾ എന്താണെന്ന് എനിക്കറിയോ? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല ദിനം എന്താണെന്ന് അറിയുമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരാളും ഒരാൾക്കൊരു ഉപകാരം ഉടമയാക്കാത്ത ദിനമാണ്. വലംറു യൗമഇദിൻ ലില്ലാഹ്, എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അമ്പിയാക്കന്മാരും മലായികത്തീങ്ങളും മോമിനീങ്ങളൊക്കെ ശഫായത്തൊക്കെ ചെയ്യും. ആരനുവദിക്കണം? അള്ളാഹ് അനുവദിക്കണം. അള്ളാഹ് അനുവദിച്ചു കൊടുക്കുകയേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിന്നെ മാത്രം അടങ്ങൾ. ഇനി റുക്കൂൽ എന്താ പറയണത്? സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. അങ്ങനെ കുഞ്ഞിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട്. നമ്മളിങ്ങനെ വയസ്സന്മാരിക്കണവർക്ക് മുട്ടുംകാലം നിർത്താതെ ഒരു എന്നെ നിർത്തുന്നതാണ് സുബ്ഹാന റബ്ബി അറിയും പോലെയല്ല. സുബ്ഹാന റബ്ബിയൽ അദീം, അദീമായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. എൻ്റെ റബ്ബ്, അപ്പോൾ എന്താ റബ്ബ് പറഞ്ഞാൽ? സൃഷ്ടിച്ചതവനാണ്, പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്, ഉടമസ്ഥൻ അവനാണ്. എനിക്കൊരു ഉടമസ്ഥ ഉണ്ട്, ഞാനൊരു അടിമയാണ്. എന്നാണ് കുനിഞ്ഞിക്കണത്. വേറൊരുത്തിൻ്റെ മുന്നിൽ കുനിയാൻ പാടില്ല. എന്തെങ്കിലും ആലോചിച്ച് നോക്കണേ നിങ്ങൾ. ഈ സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ളത് നിസ്കാരത്തിൽ ചൊല്ലാൻ തുടങ്ങിയത് എപ്പം മുതൽച്ചാണ്? ഏത് ആയത്തിറങ്ങിയതിൻ്റെ ശേഷമാണ്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന് അൽവാക്കിയ സൂറത്തിൽ അവതരിച്ചപ്പോഴാണ്. അൽവാക്കിയ സൂറത്തിൽ അതിന് മുമ്പ് പറയുന്നത് നഹ്നു ഖലഖ്നാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഫലൗലാ തുസദ്ദിഖൂൻ, എന്താ നിങ്ങൾ വാസ്തവമാക്കാത്തത്? അഫറഅയ്തും മാ തുംനൂൻ, ഭാര്യമാരുടെ ഉദരത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ശുക്ലഗണത്തെക്കുറിച്ച് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു, അതിനെ മനുഷ്യ ശിശുവായി
സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണോ? അൻവാനുൽ ഖാലിഖു നാമാണോ? നമുക്കൊന്നുമില്ല. ഇനി മേലത്തെല്ലാം ഉണ്ടെങ്കിൽ ശുക്ലം അത് ആരെ ഉയരത്തിലേക്ക് നിക്ഷേപിക്കുക? ഭാര്യൻ്റെ അല്ലേ? ശുക്ലം നമുക്കില്ല കേട്ടോ. എത്ര ആളിപ്പോൾ സങ്കടം പറഞ്ഞ ഉസ്താദെ കുട്ടികളായിട്ടില്ല. എന്തെല്ലാം ദയനീയ കഥകളാണെന്ന് അറിയുങ്ങൾ. ഓരോ പെണ്ണുങ്ങളിങ്ങനെ ചോദിക്കണേ, ചിലപ്പോൾ ജയർസ് ചിലതൊക്കെ കേൾക്കുന്നുണ്ടാവും. കോയാമുക്ക് ചിലപ്പം ചില ചോദ്യമൊക്കെ ഓൽക്ക് കിട്ടിയിട്ടാണ് എനിക്ക് കിട്ടൽ. ഒരുത്തനെ കൊണ്ടും കഴിയൂല ശുക്ലല്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കാൻ. ആ ശുക്ലത്തിൽ എന്തില്ല എന്നാണ് പറഞ്ഞത്? കൗണ്ട് ഒരു മാർഗ്ഗമില്ല ഉസ്താദേ. ഒരു പെണ്ണെന്നാൾ പറയാം. അതുകൊണ്ട് ഡോക്ടർമാരെന്തോ ഒരു അവിഹിതമായ എന്തോ ഒരു രീതിയൊക്കെ പറഞ്ഞു, അതൊന്നും വേണ്ട നമുക്ക് അത് കണക്കാക്കിയിട്ടില്ല എത്തിയാൽ മതി. ഒരു പെണ്ണ് പറയാണ്. ജയർഷത് കേട്ടോ, അങ്ങനെ എന്തെല്ലാം പറയണം. അപ്പോൾ അതുമില്ല നമുക്കെന്ന് ഞാൻ പറയണത്. അതുണ്ട്. അങ്ങനെ ആ ശുക്ലം അതിലുള്ള ഒരു ബീജം പോയിട്ട് സ്ത്രീൻ്റെ അണ്ടുമായിട്ട് കെട്ടിപ്പിടിച്ച് 9-9.5 മാസം വയറ്റിൽ ഗർഭപാത്രത്തിൽ അതിനെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഓരോ പരിണാമങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് അതിനാണ് പ്രസവിച്ച് അല്ലേ? അതൊക്കെ റബ്ബിൻ്റെ കുതിരത്തല്ലേ? നിങ്ങളാരെങ്കിലും ആണോ? ആ ഘട്ടത്തിൽ ആ കുട്ടിക്ക് ഇന്ന കോർങ്ങാടുണ്ട്, അത് പ്രസവിക്കാൻ പറ്റൂല, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൊടുക്കും കുട്ടിയും കൊടുക്കും, അവിടെടുത്ത് ഒഴിവാക്കണം എന്നാണ് ഡോക്ടർമാർ പറയാം. എത്ര കേസ്, എത്ര ആൾ ഒഴിവാക്കണം? തലച്ചോറ്റക്കുള്ളൊരു നരമ്പില്ല, ലക്ഷക്കണക്കിന് നരമ്പുകളുണ്ട്, ഒരു നരമ്പില്ല ഞാൻ കഴിഞ്ഞു. അത് കൊടുക്കാനൊരു ഡോക്ടറെ കൊണ്ടും സാധ്യമല്ല. നിങ്ങൾ അത്തരം വാർത്തകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം വെച്ച് നോക്കിങ്ങൾ. അഫറഅയ്തുമ്മാ തുംനൂൻ അലൈഹിസ്സലാം, ഭാര്യമാരുടെ ഉദരത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ശുക്ലകണത്തെക്കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ആലോചിച്ചോ? അൻതും തഖ്ലുഖൂനഹു, അതിൻ്റെ ഹൽക്ക്, അതിനെ മനുഷ്യക്കുട്ടിയായി അതിനെ സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? പിന്നെ അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫറഅയ്തുമ്മാ തഹ്റസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു, അതിനെ കൃഷിയായി രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങളാണോ നാമാണോ? ഒരു നെൽമണി കൊണ്ടുപോയിട്ടാൽ 100 മണികളുണ്ടാകുന്ന കൊലകളുള്ള ഒരു കൃഷിയായിട്ട് അതിങ്ങോട്ട് വരുന്നത്. ഒരൊറ്റ മണിയിൽ നിന്ന് 100 കണക്കിന് മണികൾ, ധാന്യമണികൾ ഉണ്ടാകുന്നു. ആ മണി മണ്ണിലിട്ടാൽ അതിൻ്റെ വേരടിയിലേക്കും അതിൻ്റെ കൂമ്പ് മുകളിലേക്കും വരുന്നത് മുളച്ച് പൊന്തുന്നു. ഇതൊക്കെ കേവലം യാദൃശ്ചികമാണോ? അല്ലാഹു പറയുകയാണ്, ലൗ നശാഉ ജഅൽനാഹു ഹുതാമൻ, നാം ഉദ്ദേശിച്ചാൽ നിങ്ങൾ ആ വിതച്ച വിത്തൊക്കെ എന്താവുന്നറിയോ? തണ്ടുകൾ കേവലം പിന്നെ എന്തായാലും പറയുക പതിരുണ്ടല്ലോ, ഒന്നുമില്ലാത്ത, ഒരു മണി പോലും ഇല്ലാത്തതാവും. കുന്തും തഫക്കഹൂൻ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിലപിക്കാനേ പറ്റുള്ളൂ. നമ്മൾ കൃഷിയൊക്കെ നഷ്ടത്തിലായി എന്ന് പറയാനല്ലാതെ ഒന്നിനും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പം നിങ്ങളുടെ സൃഷ്ടിപ്പ് മാത്രമല്ല, നിങ്ങളുടെ പരിചരണവും ഞാനാണ്. ചോറിൻ്റെതാണ്, അതിനുള്ള മണ്ണ് അള്ളാൻ്റെതാണ്. ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അപ്പുറത്തും മണ്ണ് കണ്ടാൽ ചാണത്തിൻ്റെ ഒക്കെ നിറയെ. എന്നോടും പറയണേ, നമ്മൾ കൊണ്ട് ഞാൻ വളമായിട്ട് ഉപയോഗിക്കുകയും മണ്ണ്. എന്തെല്ലാം മണ്ണുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഒരേ മണ്ണും ഒരേ കല്ലും ആണെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ? വലൈക്കും സലാം. ഒരു കിണർ നമ്മൾ കുത്തുമ്പോൾ ആ കിണറിൽ എന്തെല്ലാം അടുക്കുകൾ, പാറുണ്ട്, ചവിടിയുണ്ട്, പലതുണ്ട്. വെള്ളമുണ്ട്. വെള്ളം വല്ലാത്തൊരു അത്ഭുതമാണ്. ചിന്തിക്കണം. അള്ളാഹു പറയാണ്, തുടർന്ന് അല്ലാഹു തആല പറയാണ്, അഫറഅയ്തുമുൽ പിന്നെന്താ പറഞ്ഞത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന് അത് ഇറക്കിയ നിങ്ങളാണോ നാമാണോ? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉപ്പുവെള്ളമാവുമായിരുന്നു. നിങ്ങളുടെ എന്തെങ്കിലും ശുക്രിയത്തെ. പിന്നെ അല്ലാഹു പറയണം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറുൻ, കത്തിക്കുന്ന തീനെക്കുറിച്ച്. അൻതും അൻശഅതും ഷജറത, അതിൻ്റെ വിറക്, മരം വേണ്ടേ? മരം എന്ന് പറഞ്ഞാൽ അടുപ്പത്തെത്തിക്കണേ വിറക് വേണം. അന്നത്തെ കാലത്തൊക്കെ അതായിരുന്നു. അന്ന് പെട്രോളും മറ്റുള്ള ഇന്ധനങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ തീ എന്നുള്ള സംഗതി തന്നെ മരങ്ങൾ തമ്മിൽ ഉരശ്ശ കിട്ടുന്ന മരമൊക്കെ ഉണ്ട്, മരങ്ങൾ, ഓടകളൊക്കെ, അതൊക്കെ പറയുന്നുണ്ട് അവിടെ. എല്ലാ മരവും പിലാവും മൂച്ചി വരുത്തിയിട്ട് എന്തെങ്കിലും തീ വരുമോ? പൊന്നണോ? മരങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മരം ഉള്ള സൃഷ്ടിച്ചുകൊണ്ടല്ലേ ഈ തീ കണ്ടുപിടിച്ചുകൊണ്ടല്ലേ എല്ലാ പുരോഗതി ഉണ്ടായത്, എല്ലാ നാഗരികതകളും ഇതിൻ്റെ ശേഷമല്ല ഉണ്ടായത്. ശിലായുഗത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? പുരോഗതികളൊക്കെ മനുഷ്യൻ കണ്ടെത്തി തീ കണ്ടുപിടിച്ചതിൻ്റെ ശേഷമാണ്. അതിലുള്ള ഇന്ധനം വിറകാവട്ടെ, പെട്രോൾ ആവട്ടെ, എന്താവട്ടെ, ഗ്യാസോ എന്താണെങ്കിലും അതൊക്കെ ആരുണ്ടാക്കിയത് നിങ്ങളറിയില്ലാണോ? ആണോ? അതൊക്കെയാണ്. അല്ല. അതുകൊണ്ട്
ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ആ സ്രഷ്ടാവും പരിപാലകനുമായ വണ്ണമാക്കപ്പെട്ട റബ്ബിൻ്റെ വിശുദ്ധി വാഴ്ത്തിക്കോളി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ് റുക്കൂലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇജഅലൂഹാ ഫി റുക്കൂയിക്കും, അത് നിങ്ങൾ റുക്കൂൽ നിങ്ങളാക്കിക്കോളി. ആ റുക്കു അതിനനുസരിച്ച് നിൽക്കും വേണം. ശരിക്ക് കുമ്പിട്ട് നിന്നിട്ട് തലയും മുതുകൊക്കെ ഒരേപോലെ ആക്കിയിട്ട് മുട്ടങ്കാലൊക്കെ നിർത്തിയിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം, അദീമായ എൻ്റെ റബ്ബ് പരിശുദ്ധനാന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കണം. ഓർക്കലുണ്ടോ? അതാണ് ഇബാദത്ത്. അപ്പോഴാണ് അക്സാ ആയത്തിൽ ഹുദു ആവുള്ളൂ. അല്ലാതെ ആ റുക്കൂൽ കടന്നുകൊണ്ട് ദുബായിക്ക് ആലോചിച്ചാണ് അവിടെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല ഇങ്ങോട്ടാണ് ആലോചിക്കുന്നത് ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി ഇപ്പം എങ്ങനെ ഉഷാറാക്കേണ്ടതെന്നുള്ളത്. DJ ഓക്കെ ഈ റുക്കൂൽ കണ്ടിട്ട് എങ്ങനെ ചാടേണ്ടതെന്നുള്ളത്. റുക്കൂല്ല. ഇന്നലെ കുട്ടി പറഞ്ഞു ഈ ചാട്ടത്തിൻ്റെ ഇടയിൽ നിസ്കാരത്തെ പറ്റി ഇന്ത്യകളെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഇളവുണ്ടോ, ചാട്ടം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയോന്ന്. DJയും ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയോ? ഞമ്മക്ക് പോരാ, ചാടനോടെ ചാടിക്കോട്ടെ, നമ്മൾ പോയിട്ട് നിസ്കരിച്ച് വന്നിട്ടൊക്കെ ചാടിയാൽ മതി. ഇത് മനസ്സിലാക്കണ്ടേ? ഇത് ആരെങ്കിലും ആണോ? ഇതൊക്കെ ആരെങ്കിലും ആണോ? ഈ ഭൂമി വേണ്ടേ? ഈ ചോറ് വേണ്ടേ? ഈ സൃഷ്ടിപ്പ് വേണ്ടേ? ഇനി റുക്കോടെ നിൽക്കട്ടെ, റുക്കു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒന്ന് രണ്ടുള്ള പുതിയോടെ കണ്ടപ്പോൾ എനിക്ക് അത് പറയാൻ തോന്നിയാണ്. സുജൂദ് എപ്പോഴാണ് തുടങ്ങിയത് പാപ്പു? സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞപ്പോഴാണ്. അതിൻ്റെ ശേഷമാണ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാൻ തുടങ്ങിയത്. എൻ്റെ ഉസ്താദുകളിൽ ഇങ്ങനെ പറയല് സുബ്ഹാന റബ്ബിൽ അദീം എന്ന് പറഞ്ഞാൽ വണ്ണമായ റബ്ബ് എന്നാണ്. അഅല എന്നാണ് ഏറ്റവും അത്യുന്നതൻ എന്നാണ്. അതെന്താ കാരണം? അഫ്ദലാണ്. അഫൽ എന്ന് പറഞ്ഞാൽ അഫ്ദൽ തഫ്ലീലാണ്. അപ്പോൾ മറ്റേതിന് മേലെയാണിത്, ഇതാണ് ഏറ്റവും മേലെ ആണല്ലോ. റുക്കുവിനേക്കാളും മേലെയല്ലേ സുജൂദ്? അപ്പോൾ അത്യുന്നതനായ എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ എന്താ അത്? അവിടെ പറഞ്ഞ എങ്ങനെയാണ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിൻ്റെ റബ്ബിൻ്റെ വിശുദ്ധി വാഴ്ത്തിക്കോ. അല്ലദീ ഖലഖ, അവൻ ആരാണ്? അവൻ സൃഷ്ടിച്ചു. ഫസവ്വ, ഏറ്റപ്പറ്റ് തീർക്കുകയും ചെയ്തു. സന്തുലിതമാക്കിയതാണ് തസ്വിയത്ത്. ഇപ്പോൾ തസ്വിയത്ത് എന്നുള്ള വാക്കിന് വളരെ വിപുലമായ അർത്ഥമാണ്. നമുക്ക് പ്രഷറും പ്രമേയമൊക്കെ അല്ലേ, വേണോ വേണ്ടേ? വേണം. സന്തുലിതമായിരിക്കണം, ഏറാനും പാടില്ല. അതൊക്കെ പെട്ടുതിൽ അയൽ സബ്ബ എന്ന് പറഞ്ഞതിൽ പെടാത്തൊന്നുമില്ല. ഒരു പ്രഷറും പ്രമേയവും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. എന്നാലും എനിക്ക് ഒരുപാട് 10-15 ഒക്കെ ബൗഡറിലാണ് നിൽക്കണം. ഒക്കെ ആയിരുന്നു. ഡോക്ടർ വാക്ക് എങ്ങനെയാണ്? ഒരു കാര്യം 2 കാര്യം ഒന്നുമല്ല സന്തുലിതമായിട്ട് നിൽക്കേണ്ടത്. ആണോ? അങ്ങനെ വേണ്ടി പഠിച്ചോളി. ഒക്കെ കുറയാനും പാടില്ല. അത് സബൻ്റെ അർത്ഥമാണ് തസ്വിയത്ത്. പിന്നെ ഈ സൃഷ്ടിപ്പിൻ്റെ ഈ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ആലോചിച്ച് നോക്കണ്ടേ? സുജൂദിൽ കടന്നിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ ഒന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പം പിന്നെ ഡയാലിസിസ് സമ്പ്രദായം വളരെ വ്യാപകമാണല്ലോ. ഒരു പയറ്റുംകുരുവിൻ്റെ മാർക്ക് വളരെ ചെറിയൊരു അവയവമാണ് നമ്മൾ വൃക്ക എന്ന് പറഞ്ഞത്. അതിൻ്റെ പണിയാണ് ഒരു ദിവസം 25 ലക്ഷം. ഒരു ദിവസം എത്ര രക്തമാണ് അരിക്കുന്നുണ്ട് പറഞ്ഞത്? ഏ 700 ലിറ്റർ രക്തം അരിക്കുന്ന ഞങ്ങൾ. 700 ലിറ്റർ രക്തമൊന്നും നമുക്കില്ല. മേലെത്തായാലും ഞാൻ ഇതൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചാണ് ഇതൊക്കെ വായിച്ചപ്പോൾ. ഇതൊന്നും ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല, വലിയ വലിയ കാര്യപ്പെട്ട ആളുകൾ എഴുതിയ പുസ്തകത്തിലേ അത് വായിക്കണം. 70 ലിറ്ററല്ല, 700 ലിറ്റർ രക്തം ഒരു ദിവസം നമ്മൾ വൃക്ക അരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വൃക്കരുമ്പോഴായിട്ട് 25 ലക്ഷം അരിപ്പകളുണ്ട്. നെഫ്രോൺ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോഴും അരിച്ചുകൊടുക്കുകയാണ്. അരിച്ചതന്നെ പിന്നെ അരിക്കുകയാണ്. അരിച്ചതന്നെ അരിച്ചിങ്ങനെ ശുദ്ധിയാക്കി കൊണ്ടുവയ്ക്കുകയാണ്. ആ വൃക്ക എന്ന് പറഞ്ഞാൽ പാറ്റുംകുരുവിൻ്റെ അത്രയുള്ള ചെറിയൊരു അവയവത്തിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കോടിക്കണക്കിന് ഉപ്പിൻ്റെ മെഷീൻ കൊണ്ടാണ് ശരിയാക്കുന്നത്. എന്നാലും അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടൂല. തസ്വിയത്ത് മനസ്സിലാക്കി ഏറ്റപ്പറ്റി തീർക്കുക, സന്തുലിതമാക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് ചെറുതാണ്. അത്ര കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ ഒരു മെഷീനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് അരിക്കാൻ വേണ്ടി സംവിധാനിച്ചത്. നമുക്ക് നീച്ചെടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ പരിപാടിയൊക്കെ നടക്കുമോ? എന്തൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയോ നിങ്ങൾക്കത്? ഇതൊക്കെ റബ്ബിൻ്റെ കഴിവല്ലേ? അതാണ് സുബ്ഹാൻ. അവൻ പരിശുദ്ധനാണ്, അവന് യാതൊരു കുറവില്ല, എല്ലാ തികവുമുള്ളവനാണ്. അങ്ങനെയൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിവ് അവന് മാത്രമേ ഉള്ളൂ.
കഴിവിൻ്റെ അടയാളമാണ് സുബ്ഹാന 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 പറയണമെങ്കിൽ. അവൻ വലിയ കഴിവും തികവും ഉള്ളവനാണ്. ഒരു കമ്മിയും ഇല്ല, ഒരു പരിമിതിയും അവനില്ലാന്ന്. അവന് ന്യൂനതകളേ ഇല്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയില്ലേ, എന്താ അർത്ഥം? അള്ളാഹനെ പരിശുദ്ധമാക്കണു പരിശുദ്ധമാക്കണു പറഞ്ഞാണ്. അങ്ങനെയല്ല അർത്ഥം വെക്കൽ. അങ്ങനെയല്ല മനസ്സിനൊക്കെ കേട്ടണേ. എന്താ പരിശുദ്ധമാക്കണേ, എന്താ പരിശുദ്ധമാക്കണേ? ഇതാണത്. അവരെല്ലാ തികവുമുള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വൃക്കൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. വൃക്ക അവൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ചെറുതാണ്. തലച്ചോറിനെ പറ്റി പിന്നെ ഇങ്ങനെയൊന്നും പറയാൻ പോലും ഇവർക്ക് വയ്യ. ആ തലച്ചോറൊക്കെ ഈ അണ്ടും ബീജും കൂടി ചേർന്ന് ആഴ്ചകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ സ്പന്ദനമൊക്കെ 4-ാം മാസത്തിലല്ല തുറക്കണത്. ഹൃദയവും തലച്ചോറൊക്കെ ഇതിൻ്റെ എത്രയോ മേലെയാണ് അല്ലേ? അതൊക്കെ വലുക്കാക്കിയാലും ഉണ്ടാക്കാൻ കഴിയുമോ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ഒതുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരച്ചപോട് നേത്രം ദാനം ചെയ്യുക. ഈ അള്ളാൻ്റെ ഈ കണ്ണെന്നെ വേണം ഒരാൾക്ക് കണ്ണില്ലെങ്കിൽ കൊടുക്കണമെങ്കിലേ അത് ദാനം ചെയ്തിട്ട് വേണം അല്ലേ? കണ്ണുണ്ടാക്കാനൊന്നും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നേത്രദാനം ചെയ്യുക. ഒരാളെ വൃക്കയും കണ്ണും ഒക്കെ 3 കൊടുത്തു. അങ്ങനെ എന്ത് മരണമെന്ന് പറയാം, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അതിന് 3 ജീവിക്കുകയാണ്. ഓൻ കൊടുത്തു എന്നല്ല, ഓനെ കൊടുക്കണേ. ഓനാരെ കൊടുത്ത് തന്നെ കൊടുക്കണേ. ഇത് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ കഷ്ടമുള്ളൂ. നിങ്ങളത് പറഞ്ഞാണ്. അതല്ല എൻ്റെ ഗൗരവം. പിന്നെ കള്ളാക്കിയിട്ട് എൻ്റെ ഗുരുതര എത്രയാണ്, എൻ്റെ ഗുരുതരാവസ്ഥ എത്രയാണ്. ഇതൊക്കെ അല്ലയാണ്. ഇതൊക്കെ ചെയ്തതിന് പകരമായിട്ടാണ് നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. ബൈലാമിമ പറഞ്ഞത് കൂലി ആദ്യം വാങ്ങൽ കഴിഞ്ഞു. നമ്മൾ നിസ്കരിക്കാനുള്ള കൂലി സ്വർഗ്ഗമൊന്നുമല്ല, ആദ്യം തന്നെ എന്താ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആക്കിയില്ല അല്ലാഹു തആല. ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് അതിനാണ് നിസ്കരിക്കണത്. അതിൻ്റെ ശുക്രാണ്. കൂലി അല്ലാഹു തആല ഓശാരമായിട്ട് തരുകയാണ്. ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷം അർഹമായ പ്രതിഫലം തരണം പഠിച്ചവനെന്ന് പറയലില്ല. പറയൽ തെറ്റണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്തോ ഒരു അർഹത ഇല്ലാന്ന് നമുക്ക് തോന്നാം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എല്ലാ ഉസ്താദന്മാരും പറയലുണ്ട് അതൊന്നും തെറ്റില്ല. എനിക്കിപ്പോൾ പറയാനേ കഴിയില്ല. അങ്ങനെ ചിന്തിച്ച് നോക്കും. ആ പറഞ്ഞ പോലൊന്നും തെറ്റല്ല കേട്ടോ. ഓൽക്കാനും നല്ല ന്യായം ഉണ്ടാവും. ഞാനത് കണ്ടിട്ടില്ല. നമുക്കൊരു അർഹതയും തോന്നണില്ല. അതുമല്ല അറിയിക്കണതല്ല അല്ലാഹു തആല തരാം. അതിലേറെ വാരിക്കോരാണ് അല്ലാഹു തആല തരാം. അത് മറ്റൊരു ചർച്ചയാണ്. അപ്പോൾ കണ്ടോ, നിസ്കാരത്തിൽ പറഞ്ഞ പണ്ടാണ് നിങ്ങൾ ഫാത്തിഹ സൂറത്തിൽ കണ്ടില്ലേ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അത് ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ സമയത്ത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ റുക്കൂല് സുബ്ഹാന റബ്ബിയൽ അലീം, അലീമായ എൻ്റെ റബ്ബ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല. ഇനി അവിടെ അങ്ങോട്ടുള്ള ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിലേറെ ഗംഭീരമാണെന്ന് എനിക്ക് തോന്നുന്നത്. വജ്ജത്തുൽ നമ്മൾ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ, അത് ഉദയത്തിലും പറയൽ സുന്നത്തുണ്ട് കേട്ടോ. ഉദയത്ത് ഇറക്കുമ്പോൾ ഇറക്കണമല്ലോ, ഇതൊക്കെ പറയൽ സുന്നത്തുണ്ട്. ഇറക്കുമ്പോഴേ അതാണ്. അത് വജ്ജത്തുല്ല. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ഇല്ല റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ എന്ന് ഉദയത്ത് ഇറക്കുമ്പോഴും പറയൽ എന്തുണ്ട്, സുന്നത്തുണ്ട്. അല്ല, അറക്കുമ്പോൾ എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അക്ബർ. അല്ല, ആദ്യം 3 വട്ടം തക്ബീറിലാണ് വേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയാം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വലാത്തും സലാമും ചെല്ലുക. പിന്നെയും അല്ലാഹു അക്ബർ പറയാം. 3 വട്ടം അല്ലാഹു അക്ബർ പറയാം. പിന്നെ സ്വലാത്തും സലാമും ചെല്ലുക. എന്നിട്ട് അല്ലാഹുമ്മ ഹാദാ മിങ്ക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറയാം. ഇത് നിന്നിൽ നിന്നാണ്, ഈ പോത്ത് നീ തന്നതാണ്. ആദ്യം അത് മനസ്സിലാക്കണം. ഇത് നമ്മളതാണ്, നമ്മൾ ഇത്ര ലക്ഷം ഉറുപ്പിക എടുത്ത് വാങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ അല്ലാഹു തആലക്ക് എന്തോ കാര്യം വേണ്ടി ചെയ്തതെന്നൊന്നും തോന്നണ്ട. ഇതാരും തന്നെയാണ്, ഇതല്ലാഹ് തന്നെയാണ്. നീ തന്നതാണ്, നിന്നിലേക്കാണ്, നീ സ്വീകരിക്കണം പഠിച്ചവനെന്ന് പറയാം. അത് ഇപ്പോഴൊക്കെ പറയട്ടോ, ഇപ്പോഴൊക്കെ പറഞ്ഞോളൂ. ഈ പഠിച്ചവനെ ഞാൻ ഉദയത്ത് ഉദ്ദേശിക്കുന്നത് ഇത് കബൂൽ ചെയ്യണം പഠിച്ചവനെ എന്ന് പറഞ്ഞോളൂ. അള്ളാഹ്ക്ക് വേണ്ടത് ആ തഖ്വയാണ്. അല്ല യനാലല്ലാഹ ദിമാഉഹ
ലുഹൂമുഹ വല ദിമാവ് എന്നൊരായത്തില്ലേ, ഇറച്ചിയും ചോരയൊന്നും അള്ളാഹിൻ്റെക്ക് എത്തൂല. വലാക്കി യനാലു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വ മാത്രമേ അള്ളാഹിലേക്ക് എത്തുള്ളൂ. കാരണം അന്ന് ബിംബങ്ങൾക്ക് ഇവർ അറുത്തിട്ട് ബിംബത്തിൻ്റെ മുമ്പിൽ ആ ചോരൊക്കെ തേച്ച് കൊടുക്കും. ബലിമൃഗങ്ങളുടെ ചോര ബിംബത്തിന് തേച്ച് കൊടുക്കും ചെയ്യും, ഇറച്ചിയുടെ മുമ്പിൽ കൊണ്ട് തേച്ച് കൊടുക്കും ചെയ്യും. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഖുർആൻ പറയണം അള്ളാഹ്ക്ക് ചോരയും വേണ്ട, അള്ളാഹ്ക്ക് തഖ്വയാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ ദ്വാരക്ക പഠിച്ചവനെ അങ്ങനെ ഇറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്വീകരിക്കണം. ഒരു ലോകമാന്യത്തിനാവരുത്. എന്താ പൊതുവെ ഇവിടെ അറക്കണ സമയത്ത് ഇങ്ങനെ ദ്വാരക്കണം. അപ്പോൾ ഇങ്ങനെ പറയണം, എൻ്റെ സ്വലാത്തി ഓ നുസുക്കി, എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനകളും. നുസ്കിന് അറിവെന്ന് അർത്ഥമുണ്ട്. ഇപ്പോൾ മഹിയാൻ്റെ ജീവിതവും ഇപ്പോൾ മമാത്തിൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹ്ക്കുള്ളതാണ്. എന്തുകൊണ്ട്? എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്, എല്ലാം അള്ളാഹിൻ്റെതാണ്. അപ്പോൾ ഒക്കെ അള്ളാഹ്ക്ക് തന്നെ സമർപ്പിക്കുക. അന മിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹു തആലക്ക് സമർപ്പിച്ച മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. എന്താ സമർപ്പിക്കണത്? നമ്മുടെ തടി സമർപ്പിക്കണം, നമ്മുടെ മനസ്സ് സമർപ്പിക്കണം, നമ്മുടെ സമ്പത്തും ആർക്ക് സമർപ്പിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത്. നമ്മൾ തടി അള്ളാൻ്റെതാണ്, നമ്മളതാണോ? അല്ലല്ലോ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ വലിയ കുറ്റമെന്ന് പറഞ്ഞില്ലേ? കാരണം ജീവൻ നമ്മളതാണോ, തടി നമ്മളതാണോ? അള്ളാൻ്റെ അല്ലേ, അള്ളൊന്നല്ലേ. ഒക്കെ അള്ളാഹ്ക്ക് സമർപ്പിക്കണം. നമ്മളെ സമ്പത്ത് അള്ളാൻ്റെതാണ്, സമ്പത്തും അള്ളാഹ്ക്ക് സമർപ്പിക്കുക. നമ്മളെ മനസ്സും അള്ളാഹു തആലക്ക് സമർപ്പിക്കണം. ഇസ്ലാം സമർപ്പണം 3 ഐറ്റാണ്. ഇതൊക്കെ വല്ലാത്ത പാരസ്പര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ആ നിസ്കാരത്തിൽ ഫാത്തിഹയും സുജൂദും റുക്കുവും മാത്രമല്ല വജ്ജത്തുലും തന്നെയാണ് വന്നത്. വല്ലാത്തൊരു സമർപ്പണമാണ്. ഇനി അതിൻ്റെ ശേഷം പറഞ്ഞു അങ്ങനെ തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പറയണതോ ഇതിലേറെ ഗംഭീരമാണ്. അയക്കിഞ്ഞിപ്പോൾ ഞാൻ പോണില്ല, ഒരു 9:15 നിർത്തേണ്ടതുണ്ട്. ഇനി ആയത്തിൽ കുറിച്ച് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മറ്റു ദിവസം പറയാം. ഇനി നമുക്ക് മുമ്പിലുള്ള സുപ്രധാനമായ ദിനങ്ങളെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുകയാണ്. സുപ്രധാനമായ ദിനങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 1 മുതൽ തന്നെ നോമ്പ് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഈ ദിവസങ്ങൾ നമ്മൾ ഈ ആയത്തോടെ എത്തിയിട്ടില്ല കേട്ടോ. ഇതിലും ഷിർക്കിനെ പറ്റി പറയാണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കരുത്. അപ്പോൾ ഷിർക്ക് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് പറയാണ്ട്. അതെ, അത് അടുത്ത ക്ലാസ്സിനാക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മളെന്താ വെച്ചാൽ അടുത്ത ക്ലാസ് നമുക്ക് അയ്യാമു തശ്രീക്കിലാണ് വരിക, അടുത്ത ഞായറാഴ്ച. അയ്യാമു തശ്രീക്കൊക്കെ ഭയങ്കര ദിവസമാണ്. പെരുന്നാൾ ദിവസം ഏറ്റവും വലിയ, അതിലും വലിയ ദിവസം പറയുമ്പോഴാണ് അറഫ ദിവസം. അറഫ എന്താണ്? അടുത്ത ബുധനാഴ്ചയാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പകലാണ്. റമദാൻ മാസത്തിൽ പോലും അതിന് തുല്യമായൊരു പകൽ ഇല്ല എന്ന് പറയാം. പകലിൻ്റെ കൂട്ടത്തിലൊരു കൊല്ലത്തിലെ ഏറ്റവും മുന്തിയ പകൽ അറഫൻ്റെ പകലാണ്. അന്നത്തെ നോമ്പിനോട് കടപിടിക്കുന്നൊരു സുന്നത്ത് നോമ്പ് വേറെ ഏതുമില്ല. എല്ലാവരും മുഹറം നോമ്പാണ് ഈ കാരം 10ൻ്റെ കാരം വലിയ നോമ്പായിട്ട് കരുതിയിരിക്കുന്നത്. അത് ഭയങ്കരമാണ്. അശുറത് ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. ഇതോ കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് അടുത്ത ബുധനാഴ്ചത്തെ നോമ്പ്. ഹജ്ജിനൊന്നിനെ പറ്റി പറഞ്ഞൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. റസൂൽ പറയാണ്, ഇന്നല്ലാഹ തബാറക വ തആല യുബാഹി ബിഹിമുൽ മലായിക, അറഫയിൽ വന്ന ആളുകളെ അല്ലാഹു തആല മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ അഭിമാനം പറയുന്നതാണ്. അജി കേൾക്കുന്നുണ്ടോ? അമ്മട്ടെ ജി. ഫൈഖുൽ അള്ളാഹ് പറയും, ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കിയാണ് നിങ്ങൾ. അത്തൗനി, അവരെൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഷുഖ്സൻ ഉബറൻ, മുടി ജടക്കുട്ടിയവരായും പൊടി വരണ്ടവരായും. യാത്രക്കാരല്ലേ, ഫ്രഷായിട്ടല്ലല്ലോ. മുടി വെട്ടണില്ല, നഖം വെട്ടണില്ല, കുളിക്കൊക്കെ ചെയ്യാം കേട്ടോ. കുളിയൊക്കെ സുന്നത്തൊക്കെ ഇവിടെ ഉണ്ട്, ചില കുളികളൊക്കെ. മുടിയൊന്നും അത്ര ഭൂഷണില്ല, എണ്ണ ഇടണില്ല. മുടിയൊക്കെ ഇങ്ങനെ ഇവിടെ എങ്ങനെ നിറഞ്ഞ ആളാണ്. നല്ല രാവിലെയും വൈകുന്നേരം കണ്ടിട്ട് ഇങ്ങനെ ഒതുക്കി മുടിയൊക്കെ ഒതുക്കി നിറഞ്ഞ ആളുകളല്ലേ. ലോഹീന, വെയിലത്ത് ഇങ്ങനെ ശരീരമൊക്കെ, കാരണം നല്ല കുപ്പായും തുണിയൊന്നും ഇട്ടിട്ടില്ല, ഡ്രസ്സൊന്നും ഇല്ലല്ലോ, ഒരു മുണ്ടൊരു തുണിയിലുള്ളൂ. അത് ലാഹീനാണെങ്കിൽ ശരീരമൊക്കെ വെയിലത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന നിലക്ക്. മിങ്കുല്ലി ഫജ്ജിൻ അമീക്ക്, വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് മലക്കളെ. അതുകൊണ്ട് ഉഷിരിക്കും, ഞാൻ നിങ്ങളെ ശാസിർത്താണ്. അന്നീക്കത് ഗഫർത്തുലും ഓൽക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു. ഫതഖുൽ മലായിക്കത്തു, അപ്പം മലക്കുകൾ അല്ലാഹു തആലയോട് പറയും, ഇന്ന ഫീഹിം ഫുലാനൻ മുർഹക്കൻ, ഭയങ്കര ദോഷം ചെയ്തവരെ കൊണ്ട് പഠിച്ചനെ കൂട്ടത്തിൽ നിന്ന്. മലക്കൾ അള്ളാഹിനോട്, അള്ളാഹ് പറയും, കത് ഗഫർത്തുലോ, ഓർക്കൊക്കെ പുറത്തു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു പുറത്തു കൊടുത്തു, എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നു.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മാമിൻ യോമിൻ അക്സറ അതീകം മിനന്നാരിമി യോമി അറഫ. അറഫാ ദിനത്തോളം ആളുകൾക്ക് നരകമോക്ഷം ലഭിക്കുന്ന മറ്റു ദിവസം ഏതുമില്ല. ഇതിപ്പോൾ ആജിമാരെ പറ്റിയല്ലേ, അപ്പോൾ നമുക്കെന്താ നിങ്ങൾ ചോദിക്കും, കാണിച്ചു തരാം. ഒരതീസുറിയും പറഞ്ഞുതരാം. മാ റുയ ഷെയ്ത്താനു, ഷെയ്ത്താൻ കാണപ്പെട്ടിട്ടേ ഇല്ല യൗമൻ ഒരു നാളിലും. ഫി അസ്ഗറു വല അദ്ഹറു വല അഹക്കറു വല അഗയലു. അവൻ ഏറ്റവും നിന്ദ്യനും വിരട്ടപ്പെട്ടവനും ഏറ്റവും കോപാകുലനുമായിട്ട് അവനെ കാണപ്പെട്ടൊരു ദിവസമില്ല മിൻഹു ഫി യൗമി അറഫ, അറഫ ദിവസത്തെക്കാൾ. വമാതാക്ക, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിമാ യറാ ഫീഹി, അവൻ കാണുന്നു മിൻ തനസ്സുലി റഹ്മത്തി, അള്ളാഹിൻ്റെ അതിഗംഭീരമായ റഹ്മത്ത് ഇറങ്ങണത്. അപ്പോൾ തജാവുസില്ലായനി ദുനൂബിൽ ഇല്ലാമി, അതിഗുരുതരമായ പാപങ്ങൾ അള്ളാഹു തആല അന്ന് പുറത്തു വെക്കണതും അങ്ങനെ കാണാണ്. ഇല്ലാമാ റുയ യോമ ബദരിൻ, പിന്നെ അങ്ങനെ കാണപ്പെട്ടൊരു ദിവസം അവനുണ്ടായത് ബദറിൻ്റെ അന്നാണ്. ഫൈനൂർ ആ ജിബിരിൽ അലൈഹിസ്സലാം, അന്ന് ഇയാൾ ജിബിരിലിനെ കണ്ടു. യസൗൽ മലായിക്കത്ത, മലക്കളെ നയിച്ചുകൊണ്ട് ജിബിരിൽ വരുന്നത് കണ്ടപ്പോൾ വല്ലാതെ നിരാശനും സ്തബ്ധനുമായി നിലവിളിച്ചിട്ടുണ്ടായ ശൈത്താൻ. അങ്ങനെ പിന്നെ കൊല്ലം ഓനെ കാണപ്പെടുന്നൊരു ദിവസം ഈ അറഫൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്കെന്താ ഉള്ളതെന്ന് ഈ കാര്യങ്ങൾ ചോദിക്കണം. നമുക്കുണ്ട്, നമുക്കില്ല എന്നുമില്ല. പിന്നെ അറഫൻ്റെ അന്ന് റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞതാണ് എന്താണെന്നറിയോ? അറഫൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജിൻ്റെ അന്ന് തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, അയ്യുന്നാസു ഇന്നല്ലാഹു അസ്സ വജല്ല തതവ്വല അലൈക്കും ഫി ഹാദൽ യൗം, ഈ ദിനത്തിൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഗംഭീരമായ റഹ്മത്ത് തന്നു. ഫഗഫറ ലക്കും, നിങ്ങൾക്ക് പുറത്തു തന്നു. ഇല്ല തബിയത്തി, ഹക്കടപാടുകൾ ഒഴികെ. അതാണ് പോണവർ അക്കടപാടൊക്കെ വീട്ടിയിട്ടേ പോവുള്ളൂ, പൊരുത്തപ്പെടിച്ചുള്ളതും ഒക്കെ അല്ലേ. മുട്ടായിൻ്റെ കഥയൊക്കെ പറഞ്ഞില്ലേ. ഭയങ്കര ബേജാറാണ്. പല ചെറുപ്പക്കാരും പലതും വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലേ, ജഹീർഷ അന്ന് അങ്ങനെ ചെയ്തിരുന്നു, ഇന്നിങ്ങനെ ചെയ്തിരുന്നു, ഇനിയിപ്പോഴത്തെ കാട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആളുകൾക്ക് അറിയില്ല ഇതിൻ്റെ ഗൗരവം. ഒരു പക്ഷേ നിസ്കാരം ഒഴിവാക്കിയത് വരെ ഒരു പക്ഷേ അള്ളാഹിനോടുള്ള തെറ്റാണ്, അള്ള പുറത്ത് തന്നെന്ന് വരും. പക്ഷെ അത് വൻദോഷമാണ്. ഇതൊക്കെ ചെറുദോഷങ്ങളെ പറ്റിയാൽ പറയണമെന്നുണ്ട്, അത് മറക്കും വേണ്ട. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ട്, നല്ല തോപിയതാൽ മതിയാവും. ആളുകളുള്ള അക്കടപാടുകൾ ഓരോടെ തന്നെ എന്താക്കണം, കണ്ണുകൾ അക്കടപാടല്ലാത്ത എല്ലാം പോയി. മനസ്സിലായോ? ഇങ്ങോട്ട് പറയുകയാണ് ഇന്നല്ലാഹു തതവ്വലൈക്കും ഫി ഹാദലും ഫഗഫറ ഇല്ല ഫീമ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള അക്കടപാടുണ്ടല്ലോ, വഹബ മുസിയക്കുല്ലി മുശരിക്കും, നിങ്ങളിലെ സുകർമ്മികൾക്ക് വേണ്ടി അല്ലാഹു തആല നിങ്ങളിലെ പാപികൾക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരുടെ ബർക്കത്ത് കൊണ്ട് മറ്റവർക്കും ഗുണമുണ്ട് എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ അതുകൊണ്ട് ഫലമ്മ കാന ബിജമീൻ, പിറ്റേന്ന് മുസ്ദലിഫി എത്തിയപ്പോൾ, പിറ്റേന്നല്ല അന്ന് തന്നെയല്ലേ മുസ്ദലിഫിക്ക് പോവുക. ഒമ്പതിനെന്ന് ഉച്ച മുതലിച്ച് അറഫയിൽ നിന്നും മഗ്‌രിബോട് കൂടെ എടുക്കു പോവും. മുസ്ദലിഫിയിലെത്തിയപ്പോൾ കാല തങ്ങൾ പറയുകയാണ് ഇന്നല്ലാഹു അസ്സ വജല്ല ഖദ് ഗഫറ ലിസ്വാലിഹീക്കും, നിങ്ങളിലെ സുകൃതികൾക്ക് അല്ലാഹു തആല പുറത്തു വന്നു. വശഫഅ സ്വാലിഹീക്കും ഫി ത്വാലിഹീക്കും, നിങ്ങളിലെ സ്വാലിഹീങ്ങളായ ആളുകളെ നിങ്ങളിൽപ്പെട്ട ത്വാലിഹീങ്ങളിൽ കെട്ട ആളുകളിൽ അല്ലാഹു തആല ശുപാർശകരാക്കിയിരിക്കുന്നു. നല്ല മനുഷ്യന്മാരെ ശുപാർശ അല്ലാത്തവർക്ക് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിലാക്കിക്കോളൂ, ഇങ്ങനെ ഒരു പോയിൻ്റൊക്കെ ഉണ്ട്. തൻസിലു റഹ്മത്തു, റഹ്മത്ത് ഇറങ്ങും. ഫതഅമ്മും, എല്ലാവർക്കും റഹ്മത്തുണ്ടാവും. സുമ്മ തുഫറക്കുൽ മഗ്ഫിറത്തു, പിന്നെ ആ മഗ്ഫിറത്തിനെ വീതിക്കപ്പെടും ഫിൽ അർളി, ഭൂമിയിലൊക്കെ. അവിടെ അർഫയിൽ മാത്രമല്ല, മുസ്ദലിഫയിൽ മാത്രമല്ല, ഇവിടെ കോട്ടക്കൊക്കെ എത്തും. മശ്രിക്ക് മഗ്‌രിബിൻ്റെ ഇടയിലുള്ള മോമിനിങ്ങളൊക്കെ കിട്ടും. പക്ഷേ ആർക്കാണെന്നറിയോ? ഫതഖവല കുല്ലി തായിബിൻ, അന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മിമ്മൻ അഫില ലിസാനഹു വയദഹു, കയ്യും നാവൊക്കെ സൂക്ഷിച്ച് അന്നൊരു തൗബയിലായിട്ട് ആരൊക്കെ ഉണ്ടാവും, ഓൽക്കൊക്കെ ഹാജിയന്മാർ കിട്ടുന്ന മഗ്ഫിറത്ത് കിട്ടുന്നു. അല്ലല്ല തരുന്നത്, നമ്മളാരുമല്ലല്ലോ. അള്ളാഹ്ക്ക് അതൊന്നൊരു വിഷയമല്ല. അന്നൊരു തൗബയൊക്കെ ചെയ്യണം. അത് മനസ്സിലാക്കാതെ നടന്നിട്ടുണ്ടെങ്കിൽ കണക്കനെ കാരണം നിസ്കാരമൊക്കെ കഥാക്കിയാണ്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എന്തോ തിരക്കിലെ നമ്മളൊക്കെ റൂട്ട് മാറി പോയി. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് വന്നിന്, ഞാനും ജയർസിങ് കോയാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞത് എന്താണ് തിരക്കാണ് കാണാൻ മഗ്‌രിബിൻ്റെ മൂട്ടിലൊക്കെ അസറൊക്കെ നിസ്കരിക്കാതുള്ള, മനസ്സിലായോ? റമദാനിൽ പിന്നെ ഏറെ കട്ടക്കാല അറിയിട്ടാണ്. അവർക്ക് ഇതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. ഈ സഹോദരിമാർക്കൊക്കെ പലർക്കും ഇതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. പെരുന്നാളിനിപ്പോൾ കാര്യമായിട്ട് ഡ്രസ്സാണ് വേണ്ടതെന്നുള്ളതാണ്, നിസ്കാരം കലായാലും വേണ്ടില്ല എന്നുള്ളത്.
പെരുന്നാൾ ഡ്രസ്സിന് പ്രസക്തി ഉണ്ടോ? പുതിയ ഡ്രസ്സിന് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. യൗമു സീനത്തി എന്നൊക്കെ ഖുതുബിലും നല്ല സീനത്തിൻ്റെ ദിവസമാണ്, നല്ല പുതിയതൊക്കെ ഇടണം. പുതിയതുണ്ടെങ്കിൽ പെരയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പുതിയത് വിലപ്പിടിപ്പുള്ളതാണ് ഇടേണ്ടത്. വെള്ളയുണ്ട്, കളറുണ്ട്, ഏതാ ഇടേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. വെള്ളയുണ്ട്, കളറുണ്ടെങ്കിൽ ഏതാ ഇടേണ്ടത് വെച്ചാൽ വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളക്കാണ് പ്രാധാന്യം. നല്ലോണം ഒന്ന് മനസ്സിലാക്കിയുള്ളൂ. വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളയാണ് ധരിക്കേണ്ടത്. പെരുന്നാളിന് കളറുണ്ട്, വെള്ളയുണ്ട്. വിലപ്പിടിപ്പുള്ളത് കളറാണെങ്കിൽ, വിലപ്പിടിപ്പുള്ളതും പുതിയതും കളറാണെങ്കിൽ പെരുന്നാളിന് ഏതാ ഇടേണ്ടതെന്നാ പെരയിലുള്ളത് കേട്ടോ. തുണിശാപ്പിൽ പോയി മാങ്ങാനല്ലേ ഈ പറഞ്ഞു കേട്ടോ. വാങ്ങുമ്പോൾ വെള്ളം തന്നെ വാങ്ങിക്കൊള്ളി അല്ലേ. വാങ്ങലവിടെ നിൽക്കട്ടെ. പെരയിൽ പെരുന്നാളിന് ഇങ്ങനെ നോക്കുമ്പോൾ ഡ്രസ്സുകൾ 2-3 ഉണ്ട്. അതിൽ നല്ല വിലപ്പിടിപ്പുള്ള പുതിയത് കളറാണ്, വെള്ളപ്പയതാണ്. എന്നാൽ കളറാണ് ഇടേണ്ടത്. പക്ഷേ മഞ്ഞ കളറും, ചുവപ്പല്ലട്ട, മഞ്ഞ കളറും കുങ്കുമ കളറും പറ്റൂല. അത് രണ്ടും പറ്റൂല. ചുവപ്പിനൊന്നും കുഴപ്പമില്ല, ചുവപ്പൊക്കെ ഉഷാറായി. പുരുഷന്മാർക്ക് വെള്ളയാണ് എപ്പോഴും അഫ്സൽ. പെരുന്നാളിൻ്റെ അന്ന് പെരയിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ പെരയിൽ പോകുമ്പോൾ തന്നെ അഫ്സലൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ വെള്ളം നല്ല വാങ്ങണം, വിലപ്പിടിപ്പുള്ളത്. നല്ല 3500 വെള്ളമൊക്കെയാണ് വാങ്ങിക്കണത്. അങ്ങനത്തെ വാങ്ങണം. ജയ്സൊക്കെ മനസ്സിലായോ? വാങ്ങുമ്പോൾ അങ്ങനത്തെ വാങ്ങിയാലേ പെരുന്നാൾ വെള്ളമിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊന്നും ശ്രദ്ധിക്കാതെ വാങ്ങി കൂട്ടി വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഉള്ളത് പുതിയത് ഏതാണ് കളറാണെങ്കിൽ അപ്പോൾ കളറുള്ള നല്ലതെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്, വസ്ത്രവും കാര്യമൊക്കെ ഉണ്ട് പെരുന്നാളിന്. ഇല്ല എന്നല്ല, പ്രധാനം ഇതിനാണ് പ്രധാനം. ആഘോഷങ്ങളാണ്. ആഘോഷമൊക്കെ വേണം. നോമ്പ് നോക്കരുത്, നല്ല തിന്നണം, നല്ല ഉഷാറാക്കണം ഫുഡൊക്കെ. നോമ്പൊലികൾ എന്താണ്? കുളിക്കണം, എല്ലാം വേണം. അതിരാവിലെ പള്ളിക്ക് പോകും വേണം. തക്ബീറാണെന്ന് പ്രധാനം. ഖുർആൻ ഓതിനെക്കാട്ടിലും പ്രധാനം ഏതാണ്? തക്ബീർ ചൊല്ലലാണ്. ഞാൻ എപ്പോഴും എല്ലാ പെരുന്നാളും ഞാൻ പറയാറുണ്ട്, പിന്നെ സുബഹി നിസ്കരിക്കാൻ പോയിട്ട് പെരുന്നാൾ നിസ്കരിച്ച് വരലാണ് ഏറ്റവും നല്ലത്. തബ്ക്കീർ അങ്ങനെയാണ്. പെരുന്നാൾ കുളി സുബഹിൻ്റെ മുമ്പേ കുളിക്കാം. അർദ്ധരാത്രിയോടുകൂടെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കുളിൻ്റെ ടൈമാവും. ജുമാൻ്റെ കുളിയാണെങ്കിൽ സുബഹാൻ കൊടുത്തിട്ട് ടൈമാവുള്ളൂ. വെള്ളിയാഴ്ച നിങ്ങൾക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ സുബഹാൻ കൊടുത്തിട്ട് ജുമാൻ്റെ കുളി കുളിച്ചിട്ട് വേണം ജുമാക്ക് പോകാൻ. ഇത് നിങ്ങൾക്ക് പെലച്ചക്കന്നെ കുളിക്കാം. ഞാൻ വലിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിക്കുന്നു എന്ന് നിയത്തിച്ചിട്ടുണ്ടെന്നൊക്കെ കുളിക്കാം. അവിടെ അത്രയൊക്കെ പൂശി ആ പുതിയതൊക്കെ ഇട്ട് പള്ളിയിൽ പോയിട്ട് അവിടെ തക്ബീറും ചൊല്ലി അങ്ങനെ ഇരുന്നാൽ ആ ഇരുത്തൊക്കെ നിസ്കാരമാണ്. അപ്പോൾ നിങ്ങൾ ദ്വാരക്കണ ദ്വാരക്കൊക്കെ ആരെ കൂലിയിട്ടു നിസ്കാരത്തിൻ്റെ അതേ ഇജാബത്ത് ഉണ്ടാവും ചെയ്യും. അതിൻ്റെ പുറമൊരു നാട്ടുണ്ടാവും. എന്താണത് പൂർണ്ണമായ ഹജ്ജിൻ്റെ കൂലിയും കിട്ടും അന്ന് നിങ്ങൾക്ക്. ഹാജിമാർ കിട്ടുന്ന പോലും കണ്ടില്ലേ? സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ദിക്റും ചൊല്ലി ഇരുന്നാൽ ഏതുവരെ? ഉദയം വരെ. ഇങ്ങോട്ട് ഉദിച്ച് ഉയർന്ന് 2 റക്അത്ത് സാധാരണ സുന്നത്ത് നിസ്കരിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ ഹജ്ജിൻ്റെ കൂലി. പടച്ചവനെ, ഈ പെരുന്നാളിൻ്റെ തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയത്. പിന്നെ ആകെ ഒരു നഷ്ടം എന്താ? ചാടിച്ചാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഇയാളൊന്നും മുണ്ടണില്ല കേട്ടോ, നമ്മൾ കരുതിയ ആളല്ല. മറക്കാരെ ചാടിച്ചാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ചായ കുടിക്കാൻ പാടില്ലല്ലോ പെരുന്നാളിൻ്റെ അന്ന്. ബലി പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം കട്ടൻ ചായ വരെ കുടിക്കാതെ പോകണം. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഓർമ്മക്ക് എങ്ങനെ സുബഹി സ്കരിച്ചുകൊണ്ട് കട്ടൻ ചായ അടിച്ചാൽ കറാഹത്താട്ടോ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ ഒരു കറാഹത്ത് ചെയ്യേ. ചെറിയ പെരുന്നാളല്ല, ബലി പെരുന്നാളിൻ്റെ കാര്യമാണ് പറയണത്. ബലി പെരുന്നാളിൻ്റെ കാര്യമാണ് ഈ പറയണത്. ബലി പെരുന്നാളിൻ്റെ കാര്യമാണ് പറയണത്. പിന്നെ എന്തിനാ പെരയിക്കോണം സുബഹി സ്കരിച്ചുകൊണ്ട് വെറുതെ? ഒരു മൂമിനിങ്ങൾക്ക് പോകാൻ കഴിയോ? ഈ നിസ്കാരത്തിൻ്റെ കൂലികൾ കിട്ടണം മുടക്കേണ്ട പെരയ്ക്ക് പോകണം. ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചാൽ പറ്റും. പിന്നെ എന്തിനാ പോകണമെങ്കിലൊന്ന് പറഞ്ഞാൽ ഒരു മൂമിനെ കൊണ്ട് കഴിയോ? ഒരു ഹജ്ജിൻ്റെ കൂലിയാണ് പോണത്. ആ സുബഹി സ്കരിച്ചുകൊണ്ട് അവിടെ എന്താ ദിക്റ്? തക്ബീർ ചൊല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഖുർആൻ ഓതിയാലൊന്നും അത്ര കൂലി ഉണ്ടാവില്ല കേട്ടോ പെരുന്നാളിൻ്റെ അന്നേ. അതൊന്നും അന്ന് ചൊല്ലണ്ട. അന്ന് അതാണ് ചൊല്ലേണ്ടത്. അസ്ബൽമുക്കൊക്കെ വേണമെങ്കിൽ പെരുന്നാൾ നിസ്കരിച്ചിട്ട് എല്ലിക്കോളി. പെരുന്നാൾ നിസ്കാരം വരെ തക്ബീറ ചൊല്ലണ്ട്. മാണെങ്കിൽ കേട്ടോളി. അന്ന് ഞാനും വലിയൊരു ഔറാദ് വേറെ ഇതില്ല. ഇനി കുറേ ഔറാദ് വാങ്ങിയിട്ട് 1 മണിക്കൂർ ചെല്ലിയാലും കഴിയാത്ത ഔറാദുള്ളവരൊക്കെ ഉണ്ട്. തന്നെ എല്ലാ ഔറാദൊക്കെ വാങ്ങിക്കൂട്ടേണ്ടത് നല്ലതാണ്. മോശമാണ് ഞാൻ പറയണില്ല. എന്നോട് പറഞ്ഞു എനിക്ക് സുബഹിക്ക് ഉസ്താദെ ക്ലാസ്സിന് വന്നാൽ കഴിയൂല, കാരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു 8 മണി വരെ ചെല്ലാളുണ്ട്. പിന്നെ ക്ലാസ്സിന് എന്നാൽ പിന്നെ അന്ന് 10 വരെ ചെല്ലേണ്ടി വരും എന്നൊക്കെ. അങ്ങനത്തോലൊക്കെ അന്നത് ചെല്ലണ്ട. അത് തക്ബീർ ചൊല്ലിക്കോളി.
തലേന്ന് ഉറൂബോട് കൂടെ തക്ബീറിൻ്റെ സമയമായി. പിന്നെ പെരുന്നാൾ നിസ്കാരം വരെ ഏതന്നെയാണ് തക്ബീർ അങ്ങനെ ചൊല്ലിക്കൊള്ളുക. പിന്നെ ഒരൊറ്റ കാര്യോടും പറയട്ടോ, എനിക്ക് നിർത്തേണ്ട ടൈമായി, ഞാൻ കരുതിയ വിഷയങ്ങളോട് എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ പറയും, ഞാൻ പറയണ്ടേ. അറഫൻ്റെ അന്ന് സുബൈക്കാണ് തക്ബീർ തുടങ്ങുക, നിസ്കാരത്തിൻ്റെ തക്ബീർ. ഈ തക്ബീർ ഇവിടെ 2 തക്ബീറുണ്ട്. ഒന്ന് മുർസലായ തക്ബീർ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ടൈമൊന്നുമില്ല, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് പെരുന്നാളിൻ്റെ അന്നത്തെ തലേന്നത്തെ ഉറൂബുണ്ടല്ലോ, മഗ്‌രിബ്, നമ്മൾ അറഫൻ്റെ നോമ്പായിട്ട് തുറക്കുമല്ലോ. അറഫൻ്റെ നോമ്പ് തുറക്കലേ മഗ്‌രിബാങ്ക് കൊടുക്കുമ്പോൾ അതോടുകൂടെ തക്ബീറാണ് ചൊല്ലിയിട്ട് തുടങ്ങിയിട്ട് വരുന്ന നിസ്കാരം വരെ തക്ബീർ ചൊല്ലലാണ്. അത് നിസ്കാരം കൊണ്ടൊന്നും സമയത്തിന് നിശ്ചിതമല്ല. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. വേറൊരു തക്ബീറുണ്ട്, മുഖയ്യതായ തക്ബീർ. അത് നിസ്കാരത്തിന് ശേഷം മാത്രമുള്ളതാണ്. അത് 5 ദിവസമുണ്ട്. അറഫൻ്റെ സുബൈക്ക് തുടങ്ങും. ഇപ്പോൾ ബുധനാഴ്ച സുബൈസ്കരിക്കൂലേ, സുബൈസ്കാരത്തിൻ്റെ ശേഷമാണ് തുടങ്ങിയാൽ പിന്നെ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം സുന്നത്തിലും ഫറദിലും ഒക്കെ സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എത്ര ദിവസമുണ്ട്? 5 ദിവസം. അറഫൻ്റെ ഒന്നുണ്ട്, പെരുന്നാളിൻ്റെ ഒന്നുണ്ട്, തുടർന്നുള്ള 3 അയ്യാമത്തെ ശരീക്കിൻ്റെ നാളുകളിലും അതുണ്ട്. അതൊക്കെ പള്ളിക്ക് ജമാഅത്തിനുമായിട്ട് ഉറക്കങ്ങനെ തക്ബീറൊക്കെ ചെല്ലിയാൻ പറ്റും പോലെ അപ്പോഴേ പെരുന്നാളിനൊരു അർത്ഥമുള്ളൂ. നമുക്ക് ഇസ്ലാമിൽ ഒരർത്ഥമില്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ല. ഈ ആഘോഷം എന്തിൻ്റെ പേരിലാണ്? ഇതിൻ്റെയൊക്കെ ആഘോഷമാണ്. ഇങ്ങനത്തെ ഈ മൗഫറത്തും ഈ റഹ്മത്തൊക്കെ പാടെ കിട്ടിയതിൻ്റെ പേരിലുള്ള ഏതാണ്? അതിന് പരിശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ പെരുന്നാളെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഊട്ടിക്കൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഊട്ടിനെ പറ്റിയും ജമ്മുവിനെ പറ്റിയും ഖസറിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞു, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അതിലിപ്പോൾ വെറും നാട് കാണാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഒരു ഉദ്ദേശമില്ലാതെ വെറും നാട് കാണാൻ പോകുമ്പോൾ ഈ ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റി ഒന്നുകൂടി വിശദീകരിക്കാണ്ട്. പിന്നെ ജമ്മും ഖസറും, ഖസറിനമാർക്കല്ല ജമ്മു എന്നൊക്കെ ചിലവരൊക്കെ സംസാരിച്ചല്ലോ, അതിലൊക്കെ ചില പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ പറയാം. ഇന്നിപ്പോൾ എനിക്ക് പോകേണ്ട ടൈമായി. എനിക്കവിടെ 10:30 നിക്കാറുണ്ട്, ഞാൻ നിൽക്കണ മാലിൽ. അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഒക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ പറയണത് എന്താ വെച്ചാൽ, പിന്നെ പെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും വലിയ സുന്നത്ത് നിസ്കാരം. പെരുന്നാൾ നിസ്കാരമാണ്. സുബഹി നിസ്കരിച്ചാൽ പെരുന്നാൾ നിസ്കാരം കാത്തോടെ ഇരിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് ആ നിസ്കാരമാണ്. തക്ബീറും ചൊല്ലി അവിടെ ഇരുന്നാൽ ഹജ്ജിൻ്റെ കൂലിയാണ്. ആ സാധുക്കളോട് വലിയടങ്ങാറായിട്ട് ഹജ്ജ് ചെയ്യാണ്. ആ കൂലിയാണ്. നമുക്ക് ഒരടങ്ങാറില്ല. നമുക്ക് കുറച്ചൊരു മണിക്കൂർ സുബഹിക്ക് നിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇരുന്നാൽ മതി. പക്ഷേ ഈമാൻ വേണം, എന്നാതിരിക്കാൻ കഴിയും. പഴയ മനസ്സിലാക്കി വിളി. ഓലൊക്കെ ഓരോരുത്തർ ഇടങ്ങാറായിട്ട് വിളിച്ച് ദ്വാരക്കാൻ പറയാണ്. പോയമാർക്കെല്ലാം ക്ഷീണമുണ്ട്, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വലിയിടങ്ങാറിലാണ്. നമ്മളെ ആളുകളൊക്കെ പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ബാപ്പ എന്താ പറയണേ? ഇനി വേണേ നിങ്ങളേ ഈ സംശയങ്ങളൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. വേണേ കരീമാജി ഗ്രൂപ്പൊന്ന് തുറന്നിടത്ത് എങ്ങനെ ഉണ്ടാവും എന്നാൽ ഞാൻ പറഞ്ഞോളാം. മറ്റെന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ദിവസമായി പോയി. 10 മണിക്കൂർക്ക് ഉണ്ടാകേണ്ട പരിപാടി നമ്മളെ മാനിച്ച പോലെ ഈ ക്ലാസ്സൊക്കെ മാനിച്ച 10:30 ആക്കണത്. അപ്പോൾ അതിന് ഞാൻ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ സമയത്ത് വണ്ടി എടുക്കണം, എന്നാലാണ് എനിക്ക് ശരിക്കും ധൈര്യമായിട്ട് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അന്ന് എവിടെ എത്താതെ പോയി പ്രസംഗം നിർത്തുകയാണ്. ഈ ക്ലാസ് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചാൽ ആയത്തും ഇവിടെ എത്തിയിട്ടില്ല, ഈ ചർച്ച ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല, എന്തൊക്കെയോ പറയാനുണ്ട്. ഇനി അവസരം കിട്ടണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറയും ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ ഇരുന്ന് വേണേൽ തുറക്കല്ലേ, പ്രശ്നമുണ്ടോ? നമ്മൾ ഈ ഇൽമിൻ്റെ മാത്രം ചർച്ച ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. മറ്റു പടായി പറയാൻ നിന്നാലാണ് ഗ്രൂപ്പ് തുറന്നാൽ കുഴപ്പമുള്ളൂ. ഇത്ര ഇൽമിയ കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പൊന്നും തുറന്നിട്ട് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എന്നാൽ നിർത്തട്ടെ. നിങ്ങളെല്ലാവരും ചോദിച്ചോളി കേട്ടോ. നിങ്ങൾക്കൊക്കെ ചോദിക്കാണ്ട് എനിക്കറിയാം. എനിക്കിപ്പോൾ ഇതാണ് ബേജാറ്. ഇതിന് ആ നാട്ടുകാർ നമ്മളോടൊരു വലിയൊരു ഔദാര്യം കാട്ടുകയാണ്. ക്ലാസ്സിന് ക്ഷീണം വേണ്ട എന്നുള്ളതൊക്കെ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വൈകിച്ചാൽ മോശമാണ്. ഇതിനെ ചിങ്ങായി പറഞ്ഞോളി കേട്ടോ, ഗ്രൂപ്പ് പറഞ്ഞോളി. ചന്ദനങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. കുങ്കുമം, മഞ്ഞ, ഈ 2 കളറാണ് നബി ആണുങ്ങൾക്ക് നിരോധിച്ചത്. അല്ലാത്ത കളറിനൊന്നും കുഴപ്പമില്ല. പച്ച പിന്നെ നിങ്ങൾക്കറിയില്ല, സ്വർഗത്തിലെ കളറാണ്. ആരെ ഈ കളറൊക്കെ തിരഞ്ഞെടുത്താവട്ടെ കരീമജി, ഞാൻ മരക്കരാജില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.